എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാനൊരു നാളും അനാഥനായി വിടുകയില്ല എന്നരുൾ ചെയ്ത വിശ്വസ്തനും സത്യവാനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്യന്തം ധന്യവും പരിശുദ്ധമായ നാമം ഈ സന്ദർഭത്തിലും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇവിടെയുള്ള കർത്താവിൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യമായ സഭ വളരെ പ്രാർത്ഥനയോടുകൂടെ ക്രമീകരിച്ചിരിക്കുന്ന 3 ദിന സുവിശേഷ യോഗങ്ങളുടെ പ്രാരംഭ ദിനത്തിൽ ഈ സഭാകാളിനകത്ത് പുറത്ത് പരിസര പ്രദേശങ്ങളിൽ ഇതിൽ പങ്കെടുത്ത് സഹകരിക്കുന്ന എല്ലാ സഹോദരന്മാർ, മാതാപിതാക്കൾ, വാത്സല്യ കുഞ്ഞുങ്ങൾ, കർത്താവിൻ്റെ വയലിൽ അധ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാർ, എല്ലാവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒപ്പം തന്നെ നിങ്ങളെ എല്ലാവരെയും ഇന്ന് രാത്രിയിൽ ദൈവം തൻ്റെ വചനം നൽകിയും ആവശ്യങ്ങളിൽ അനുഗ്രഹിച്ചും സഹായിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ നമ്മുടെ കൃത്തടങ്ങളിൽ കുളിർക്കോരിയിടാൻ മതിയായ, ദൈവനാമത്തിന് മഹത്വം കരാറ്റാൻ മതിയായ ഗാനങ്ങൾ സഹോദരൻ എസെക്കിയേലിലൂടെയും തൻ്റെ സഭയിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന മകൾ ഏഞ്ചലിലൂടെയും കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. അവരെയൊക്കെ നമുക്ക് ദൈവം ദാനം ചെയ്തിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി വീണ്ടും അവരൊക്കെ പ്രയോജനപ്പെടാൻ, ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സ്ഥലസഭയുമായി ബന്ധപ്പെട്ടേറിയ ആണ്ടുകൾ കൊണ്ടുള്ള ബന്ധവും പരിചയവും എനിക്കുണ്ട്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ അടുത്ത കാലത്തും വന്ന് സുവിശേഷം പ്രസംഗിക്കാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സഭയോടുള്ള ബന്ധത്തിൽ നടന്നിട്ടുള്ള പല യോഗങ്ങളിലുമൊക്കെ ഞാൻ വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. വചനം പ്രഘോഷിച്ചിട്ടില്ല എന്നിരിക്കലും പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും പരിചിതനും നിത്യതിൽ ഇപ്പോൾ വിഷമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വർഗീസ് മത്തായി സാറ്, അദ്ദേഹവുമായിട്ടൊരു നല്ല ബന്ധം എനിക്കുണ്ടായിരുന്നു. ചില സ്മരണകൾ ഈ സമയത്തും എൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. കരിക്കറത്തല സഭയിൽ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട്, അതിനെ ശുശ്രൂഷിക്കാനായിട്ട് ചെല്ലുന്നു എന്നറിഞ്ഞാൽ ആ ദിവസത്തിൽ അദ്ദേഹം അവിടെ പ്രവർത്തനത്തിനായിട്ട്, സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് പോകാറുണ്ട്. ഞാൻ ചെല്ലുന്നു എന്നറിഞ്ഞാൽ അന്ന് രാത്രിയിൽ അന്നത്തെ ബൈബിൾ ക്ലാസ്സിലൂടെ അദ്ദേഹം പങ്കെടുത്തിട്ടാണ് തിരിച്ചു പോരുന്നത്. അതിൻ്റെ കാരണം ഞാനും ഇത് കാട്ടാക്കട വഴിക്കാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അവിടെ ഞങ്ങൾ ഒട്ടനവധി രാത്രികളിൽ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിരിക്കുന്ന സംസാരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകാറുള്ളത്. അദ്ദേഹം തൻ്റെ വേല തികച്ച് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നു. എന്നാൽ ഈ സ്ഥലസഭ ഇന്നും നിലനിൽക്കുന്നു, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ മകനെയും കുടുംബത്തെയും അതുപോലെ കർത്താവിൻ്റെ ദാസൻ വിപിൽസൻ സഹോദരനെയൊക്കെ ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഉത്തരോത്തരം കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിനും ഈ സഭയുടെ അതിരുകൾ അധികമായി വർദ്ധിക്കുന്നതിനും വരും ദിവസങ്ങൾ ഇവിടെയാക്കട്ടെ. അതിന് ഈ ശുശ്രൂഷയും ഒരു മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ ലളിതമായിട്ട് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിന് ആധാരമായി ദൈവവചനത്തിൽ നിന്നും വളരെ പരിചയമുള്ള ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ബൈബിളിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ വളരെ ലാഘവത്തോടുകൂടെയൊക്കെ കാണുന്നു, കൈകാര്യം ചെയ്യുന്നു എന്നിരിക്കലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സമാഹാരമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്.
അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന് എന്നോടുള്ള അരുളപ്പാടുകളാണ് എന്നുള്ളത് അംഗീകരിക്കുവാനും അത് മുഖവിലേക്കെടുക്കുവാനും നമുക്ക് സാധ്യമായി തീരണം. എന്തുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ വ്യക്തിപരമായും കുടുംബപരമായും ദേശപരമായും നമുക്ക് നന്മയുണ്ടാകുന്നില്ല, അനുഗ്രഹമുണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ പുസ്തകത്തോടുള്ള അവഗണനയാണ് എന്ന് ഒട്ടും മടികൂടാതെ പറയാനായിട്ട് സാധിക്കുന്നതാണ്. അത് വിശ്വാസ കുടുംബങ്ങളിലാണെങ്കിൽ പോലും. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പുസ്തകം വിടർത്തുമ്പോൾ ഈ പുസ്തകത്തിനകത്തുള്ള ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് ദൈവത്തിന് എന്നോടുള്ള അരുളപ്പാടുകളാണ്, എന്നോട് വ്യക്തിപരമായിട്ടുള്ള സന്ദേശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം ചെയ്യാൻ ഇടയായി തീരണം എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മാനവകുലത്തെ പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശിക്ഷയായ എരിനരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് അവതാരം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെയും 2025 ആണ്ട് പിറവിയെയും ലോക ജനത ആഹ്ലാദപൂർവം ആഡംബരമായ വിധത്തിൽ പ്രൗഢഗംഭീരമായ നിലയിൽ ആഘോഷിച്ചതിൻ്റെ അലയൊലികൾ അടങ്ങാത്ത അന്തരീക്ഷത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ആയിരിക്കുന്നത്. അത് നമുക്ക് അറിവുള്ളതാണല്ലോ. ഇന്നേക്ക് ഏകദേശം 2025 ആണ്ടുകൾക്കപ്പുറം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവതാരവുമായിട്ട് ബന്ധപ്പെട്ട് ആട്ടിടയന്മാർ ആടുകളെ കാവൽ കാത്തുകൊണ്ട് പുറത്തു പാർക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവരുടെ ആട്ടിടയന്മാരുടെ അരികിൽ നിൽക്കുകയും ദൈവത്തിൻ്റെ തേജസ് അവരെ ചുറ്റുമിന്നുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അവരുടെ അരികിൽ നിന്നതായ ദൂതൻ ആട്ടിടയന്മാരോടായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവതാരത്തിൻ്റെ വാർത്ത അറിയിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ആ ദൂതനോട് ചേർന്ന് അവരാർത്ത് ഗാനാലാപനം നടത്തിയതാണ് നമുക്കിപ്പോൾ ഇവിടെ വായിച്ചു കേൾക്കാനായിട്ട് സാധിച്ചത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന്. ആ ദൂത സംഘത്തിന്റെ ഗാനാലാപനത്തിൽ യേശു കർത്താവിൻ്റെ ജനന ജീവിത മരണമൊക്കെ ആയി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാകും എന്നവർ പറയുകയാണ്. ഗാനാലാപനത്തിൽ അത് വെളിപ്പെടുത്തുകയാണ്. 1, ദൈവനാമത്തിന് മഹത്വമുണ്ടാകുക. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള ഭൂമിയിൽ മനുഷ്യർക്ക് ദൈവപ്രസാദമുണ്ടാക്കുക, സമാധാനമുണ്ടാക്കുക എന്നുള്ളതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നുള്ളത് ചില പരിഭാഷകളിൽ, ബൈബിൾ പരിഭാഷകൾ നാം ശ്രദ്ധിച്ചാൽ അത്യുന്നതനായ ദൈവത്തിന് മഹത്വം എന്നാണ് പ്രത്യേകാൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിന് മഹത്വം എന്നാണ്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നവര് ഗാനാലാപനം നടത്തുകയാണ്. ചില വർഷങ്ങൾക്കപ്പുറം ഒരു സിനിമയുടെ പേര് എൻ്റെ ശ്രദ്ധയിൽപ്പെടാനായിട്ടിടയായി. ഈ വാക്യത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പലരും ഒക്കെ സിനിമകളും നാടകങ്ങളും ഒക്കെ ബൈബിളിനെ ചുവട് പിടിച്ചുകൊണ്ടും ആക്ഷേപാർഹമായ വിധത്തിലും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ നിരോധിക്കപ്പെടാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ആ സിനിമയുടെ പേര്, ഞാൻ സിനിമ കാണുന്നയാളല്ല എങ്കിലും ആ പേര് ഇങ്ങനെയാണ്: സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. സിനിമ നിർമ്മാതാവിനോ അല്ലെങ്കിൽ അത് കണ്ട ആളുകൾക്കോ എന്തെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ബൈബിൾ വാക്യം അങ്ങനെയല്ല. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്
സമാധാനം. ഇംഗ്ലീഷിൽ ഏതാണ്ടൊരാശയം അതിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ അടുത്ത സമയത്ത് ശ്രദ്ധിക്കാനായി ഇടയായിട്ട് തീർന്നു. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്നാഗ്രഹിക്കുന്ന ഈ വാക്യത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവപ്രസാദവും അനന്തരഫലവും എന്നുള്ളതാണ്. ദൈവപ്രസാദവും അനന്തരഫലവും. ഈ തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകാൽ ദൈവപ്രസാദം ലഭിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നത്? ദൈവത്തെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ അനന്തരഫലം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിൽ ആ ദൂത സഞ്ചയത്തിന്റെ ഗാനാലാപനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുവാനായി ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ എൻ്റെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന പുറത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാ മുൻവിധികളും മാറ്റിവെച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് എന്നോടുള്ള എൻ്റെ കുടുംബത്തോടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് ഇന്ന് എന്നെ കേൾപ്പിക്കുന്നത്. ഈ 2025 ആണ്ടിൽ പുതിയ നന്മകളും പുതിയ അനുഗ്രഹങ്ങളും ദൈവം എൻ്റെ ജീവിതത്തിൽ പകരാനായിട്ട് ആഗ്രഹിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ പകരാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ തലമുറകളിൽ പകരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുള്ള വഴി പറയുന്നതായ പ്രസംഗമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ കേൾപ്പിക്കപ്പെടുന്നത് എന്ന നിലയിൽ അത് മുഖവിലേക്ക് എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ദൈവപ്രസാദവും അനന്തര ഫലവും. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുകയും ഓരോ സ്ഥലങ്ങളിൽ കയറുകയും ഇറങ്ങുകയും മാത്രമല്ല അവർക്കുള്ള മൃഗസമ്പത്തുകളെ അർപ്പിക്കുകയും വസ്തുവകകളെ അർപ്പിക്കുകയും ഒരുപാട് ധനം തന്നെ ചാക്കുകെട്ട് കണക്കിന് ഓരോ സ്ഥലത്ത് അർപ്പിക്കുകയും സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചോദിക്ക് സുഹൃത്തെ, എന്തിനാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? അവർ പറയുന്നത്, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, എനിക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ചെയ്യുന്ന ഈ പരിശ്രമങ്ങളെല്ലാം തന്നെ കേവലം പരിശ്രമങ്ങളായി അവശേഷിക്കുന്നു എന്നുള്ളത് ആണ്ടുകൾ കൊണ്ട് ചരിത്രം തെളിയിക്കുകയാണ്. അവരവർ ആണ്ടോടാണ്ട് ആവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അതിൽ യാതൊരു പ്രയോജനമില്ലാത്ത നിലയിൽ നിരാശനാജനകമായ വിധത്തിൽ അവർ ചെന്ന് അവസാനിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ള, കാലം തെളിയിച്ചിട്ടുള്ള സത്യമായിട്ട് അവശേഷിക്കുകയാണ്. ഇവിടെ മനുഷ്യൻ അങ്ങനെ ഒരു ഭാഗത്ത്, മറ്റൊരു കൂട്ടം ആളുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം, അതിന് അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല. മറിച്ച് മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ, മതത്തെ പ്രസാദിപ്പിക്കുവാൻ, രാഷ്ട്രീയത്തെ പ്രസാദിപ്പിക്കുവാൻ, മാത്രമല്ല മത നേതൃത്വത്തെ പ്രസാദിപ്പിക്കുവാൻ, രാഷ്ട്രീയ നേതാക്കളെ പ്രസാദിപ്പിക്കുവാൻ ഒക്കെയായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവരും പ്രഭാഷണങ്ങൾ നടത്തുകയും പ്രവൃത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 2 ദിവസത്തിന് മുമ്പ് വന്ന മനോരമ പത്രത്തിനകത്ത് അങ്ങനെ ഒരു നേതാവിനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട്, ഒരു വനിതാ നേതാവ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ ആർക്കെങ്കിലും ഒക്കെ വികാരമുണ്ടായി പോകുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടും വലിയ കൂറൊന്നുമുള്ള ഒരാളല്ല. അപ്പോൾ തന്നെ എല്ലാ പാർട്ടികളിലും നല്ലവരായിരിക്കുന്ന, ജനത്തിന് പ്രയോജനപ്പെടുന്ന ആളുകളെ, നേതാക്കന്മാരെ ഞാൻ ബഹുമാനിക്കുന്നു. അതങ്ങനെയുള്ള നേതാക്കന്മാർ എല്ലാ പാർട്ടികളിലുമുണ്ട്. അതുകൊണ്ട് അതാണ് എൻ്റെ ആ വിധത്തിൽ രാഷ്ട്രീയമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. മാന്യമായി ജീവിക്കുന്ന, മാന്യത സൂക്ഷിക്കുന്ന, നാട്ടിന് ജനത്തിന് പ്രയോജനപ്പെടുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നേതാക്കന്മാർക്ക് എൻ്റെ ഹൃദയത്തിൽ ഞാൻ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തിയോ എഴുത്തിയോ ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിയോട് പ്രത്യേക കൂറുവെച്ച് പുലർത്തി മറ്റൊരു പാർട്ടിയോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടൊന്നും പറയുന്നതല്ല. പത്രത്തിൽ വരുന്നതാണല്ലോ, അതുകൊണ്ട് ഉദ്ധരിക്കുന്നതിനകത്ത് തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു MLA മകനെ അടുത്ത സമയത്ത് കഞ്ചാവ് വലിച്ചു എന്ന പേരിൽ മറ്റു ചില സ്നേഹിതന്മാരുടെ കൂട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ അറസ്റ്റിന്റെ പിന്നാലെ വലിയ രാഷ്ട്രീയ കോളിളക്കം തന്നെ കാണാനായിട്ട് ഇടയായി തീർന്നു. മാധ്യമങ്ങളൊക്കെ അതിൽ വളരെ ശ്രദ്ധ വെച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ ഈ പറഞ്ഞതുപോലെ അടുത്ത സമയത്ത് ഒരു പ്രത്യേക യോഗത്തിൽ നമ്മുടെ ഒരു മന്ത്രി ആ MLA സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ അവരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാനായി ഇടയായിട്ട് തോർന്നു. അദ്ദേഹം പറഞ്ഞത്,
അദ്ദേഹം ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവൊന്നും മുഖവിലേക്ക് എടുക്കരുത്, കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ ഇതിന്റെ പിന്നാലെ പോകരുത്. ഞാനത് പറയാനായിട്ട് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കുട്ടികളായാൽ കൂട്ടുകൂടും, കുട്ടികളായാൽ കമ്പനി അടിക്കും, കുട്ടികളായാൽ ഒന്നിച്ചിരിക്കും, കുട്ടികളായാൽ പുകവലിക്കും, അതിനെന്താണ് കുഴപ്പം എന്നാണ് നമ്മുടെ മന്ത്രി ചോദിക്കാനിട. ഇങ്ങനെയുള്ള മന്ത്രിമാരുണ്ടായാൽ എവിടെ നല്ല തലമുറ നമുക്കുണ്ടാകും പ്രിയമുള്ളവരെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് പിന്നെയും ഇതൊക്കെ നമ്മുടെ സാധാരണക്കാരെ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ എന്ത് കുഴപ്പം ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മന്ത്രിമാരും അതുപോലെ തന്നെ വലിയ ഉന്നതരായ ആളുകൾ ഉണ്ടായെന്ന് വരാം. സാധാരണക്കാരൻ തെറ്റ് ചെയ്തില്ലെങ്കിലും അവൻ തെറ്റ് ചെയ്യുന്ന മുദ്ര ചാർത്തി അവൻ അകത്തിടുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തീർന്നില്ല. പിന്നെയും അദ്ദേഹം പറയുന്നത്, ഈ MLA മകൻ അവനെ ഇപ്പോൾ കഞ്ചാവ് കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവൻ കേവലം പുകവലിച്ചതേ ഉള്ളൂ. ഈ കൂടെ ഇരുന്നവരൊക്കെ ഇരുന്ന കുട്ടികളാണ് കഞ്ചാവ് വലിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവരെ ശിക്ഷിക്കൂ, ഇദ്ദേഹത്തെ വെറുതെ വിടൂ എന്നാണ്. പത്രം റിപ്പോർട്ട് ചെയ്താണ് ഞാൻ പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ പത്രപീശ ഞാൻ കാണിക്കാം. എന്തുകൊണ്ടാണ് ആ വേദിയിൽ അദ്ദേഹം അത് വിളിച്ചു പറയാനായിട്ട് ഇടയായി തീർന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ആളുടെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയോഗമല്ലേ ഈ നടത്തിയത്, അല്ലാതെ അതിനകത്ത് എന്ത് കഴമ്പാണ് ഉള്ളത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ നേതാക്കളെയും പള്ളിക്കാരെയും പള്ളി പുരോഹിതന്മാരെയും പാസ്റ്റർമാരെയും സുവിശേഷകന്മാരെയും ഒക്കെ പ്രസാദിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കാറുണ്ട്. ഇന്ന് രാത്രി ഞാൻ വലിയൊരു യാഥാർത്ഥ്യം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോടായി ഒരു ദൈവദാസൻ എന്ന വിധത്തിൽ ഞാൻ പറയാം. ഈ 2025 ആണ്ടിന്റെ ആരംഭ നാളുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമായ ഏത് സമയത്ത് നമ്മളെ വിട്ടുപോകാൻ സാധ്യതയുള്ള, നമുക്ക് യാതൊരു പ്രയോജനം ചെയ്യാൻ കഴിവില്ലാത്ത കേവലം ഒരു ശ്വാസം മാത്രമായ, പുല്ലിന് സമാനമായ പുഴുവിന് സമാനമായ ആ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ഇന്ന് നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ നാളെ പ്രതികൂലമായെന്ന് വരാം. ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നാളെ തള്ളിപ്പറഞ്ഞെന്ന് വരാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് സഹായം ചെയ്യുന്ന ആളുകൾ നമ്മുടെ സഹായത്തെ ഇല്ലാതാക്കി കളഞ്ഞെന്ന് വരാം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത് മനുഷ്യനെ അല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം മാറ്റമില്ലാത്തവനാണ്. ഈ ദൈവം ഏത് സമയത്തും നമ്മോടൊപ്പം ഉള്ളവനാണ്. ഇവിടെ ഇരിക്കുമ്പോഴും ചില വിഷയങ്ങൾ ഒരു ആശങ്ക എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവനോട് പറഞ്ഞു, ഈ വാക്യത്തിൽ നിന്ന് മാത്രമല്ല 41 സങ്കീർത്തനം 10 വാക്യത്തിൽ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന്. എന്തൊരു ധൈര്യമെന്നറിയാമോ എനിക്ക്, എന്തൊരു ആശ്വാസമെന്നറിയാമോ എനിക്ക്. ഇത് ഇന്നും ഇന്നലെയും ഞാനും കേട്ട വാക്യമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു 40-ലധികം വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ, അന്നൊരു സൈക്കിൾ പോലും എനിക്കില്ലാത്തൊരു കാലം, അന്ന് എനിക്ക് ഡാമിനടുത്ത് ഒരു പള്ളിയിൽ ഒരു പ്രസംഗം നിവർത്തിക്കാനായിട്ട് പോകണം. അന്ന് ഞാൻ CSI സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാളാണ്. മാത്രം അന്നത്തെ യുവജന സംഘടന സെക്രട്ടറിയാണ് ഞാൻ. അതുകൊണ്ട് അവിടുത്തെ ഒരു യൂത്തിന്റെ യോഗത്തിൽ പ്രസംഗിക്കാനായിട്ട് പോകണം. വളരെ പ്രായം കുറവാണ് എനിക്ക്. അന്ന് ഞാൻ എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞിരുന്ന ഒരാളെ കണ്ടില്ല. എനിക്കധികം പരിചയമില്ല ആ സ്ഥലം. അവിടെ ചെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അന്ന് ഒരു ടെമ്പോയിൽ, നിങ്ങൾക്കറിയാമല്ലോ ടെമ്പോ വാനാണ് അന്നത്തെ നമ്മുടെയൊക്കെ ആശ്രയം. ഞാനൊരു ടെമ്പോയ്ക്കകത്ത് കയറിയിരിക്കുകയാണ്. മനസ്സിൽ അല്പമല്ലാത്ത ഭയമുണ്ട്, പേടിയുണ്ട്. ആ സ്ഥലങ്ങളൊന്നും ആ സമയത്ത് ഞാൻ അധികം പോയിട്ടില്ല. ആ സമയത്ത് ഞാനിങ്ങനെ വളരെ വിഷണ്ണനായിട്ടിരുന്ന് തല നിവർത്തുമ്പോൾ ആ വണ്ടിയുടെ മുൻഭാഗത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ്. കൂടെ വരാൻ എന്ന് പറഞ്ഞയാൾ കൂടെയില്ലെങ്കിലും ഇവിടെ ഇതാ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എനിക്ക് വലിയ ധൈര്യമായി ഞാൻ യാത്ര ചെയ്തു. ഉത്തിഷ്ഠ സ്ഥാനത്ത് ഞാൻ ചെന്ന് ചേർന്നു. അന്ന് അവിടെ നിവർത്തിക്കേണ്ട ശുശ്രൂഷ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഞാൻ നിവർത്തിച്ച്, ദൈവകൃപ നിവർത്തിച്ച് മടങ്ങി വരാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് ഈ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം, മനുഷ്യനെ പ്രസാദിപ്പിക്കരുത്. മനുഷ്യൻ പ്രസാദിച്ചില്ലെങ്കിൽ സാരമില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒട്ടനവധിയായ കാര്യങ്ങൾ ചെയ്ത്
കൂട്ടുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ദൈവത്തിന് പ്രസാദമില്ല. അതിലൊക്കെ ഞാൻ പ്രസാദിക്കുമോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. മീഖയുടെ പ്രവചനം 6-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അവിടെ ഇങ്ങനെ യഹോവയായി ദൈവം ചോദിക്കുന്നുണ്ട്, 1000 ആട്ടുകൊറ്റന്മാരിലും 10,000 തൈല നദികളിലും ഞാൻ പ്രസാദിക്കുമോ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? 1000 ആട്ടുകൊറ്റന്മാരിലും 10,000 തൈല നദികളിലും യഹോവയ്ക്ക് പ്രസാദമില്ല എന്നാ പറയുന്നത്. 50-ാമത്തെ സങ്കീർത്തനം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അതിന് ചേർത്ത് പറയാൻ കഴിയുന്ന കുറെ ആശയങ്ങൾ അതിനകത്തുണ്ട്. ചോദ്യരൂപേണ യഹോവ ചോദിക്കുകയാണ്, ഞാൻ ഒരിക്കലും നിന്റെ തൊഴുത്തുകളിൽ നിന്ന് ആട്ടിൻകൊറ്റന്മാരെ കാളകളെയോ ഞാൻ എടുക്കുമോ? ഞാനത് എടുക്കയില്ല. മാത്രമല്ല, കാട്ടിലെ സകല മൃഗങ്ങളും പർവ്വതത്തിലെ സകല ജീവജാലങ്ങളും എനിക്കുള്ളവയല്ലോ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? ആട്ടിൻകൊറ്റന്മാരുടെ രക്തം ഞാൻ കുടിക്കുമോ? അതുകൊണ്ട് ഇതിലൊന്നും ദൈവത്തിന് പ്രസാദമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് പ്രസാദമുള്ള എൻ്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം ദൈവപ്രസാദം. ദൈവത്തിന് എന്താണ് പ്രസാദം? അതിൻ്റെ ഒരു 4 കുറിപ്പുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം പെടുത്തണം എന്നുണ്ട്. ഈ വിഷയം ഇങ്ങനെ വിശദമായിട്ട് കിടക്കുന്നതാണ്, പരക്കെ പറഞ്ഞു വച്ചിരിക്കുന്ന വിഷയമാണ്. 4:40 ഒന്നുമല്ല, അത് നിങ്ങൾക്ക് പിന്നെ കണ്ടെത്തി പഠിക്കാവുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണ്? എന്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്? ആരിലാണ് ദൈവം പ്രസാദിക്കുന്നത്? നമ്മൾ ഓരോന്നായിട്ട് പരിശോധിക്കുമ്പോൾ അങ്ങനെ അത് പരിശോധിക്കണമെന്നും എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മാവിനാൽ പറയുന്നത്, കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിനുള്ളവരായി നടന്നുകൊള്ളുവീൻ എന്നാണ്. അപ്പൊ കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിക്കണം. ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിക്കണം. ഇതെവിടെയാണ് പരിശോധിക്കേണ്ടത്? എവിടെയാ പരിശോധിക്കേണ്ടത്? മതഗ്രന്ഥങ്ങളിൽ. ബൈബിൾ മതഗ്രന്ഥമല്ല. മതഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ ദൈവത്തിന് പ്രസാദമുള്ളത് കണ്ടെത്താനായിട്ട് കഴിയുകയില്ല. പ്രിയമുള്ള മറ്റ് സാഹിത്യ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കടന്നു ചെന്നാൽ അവിടെയൊന്നും ദൈവത്തിന് പ്രസാദമുള്ളത് കണ്ടെത്താനായിട്ട് കഴിയുകയില്ല. ദൈവത്തിനുള്ള പ്രസാദമുള്ളത് എന്താണെന്ന് പരിശോധിക്കേണ്ടത് വിശുദ്ധ തിരുവെഴുത്തായ വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. ഈ ബൈബിളിനകത്താണ് ദൈവം തനിക്ക് പ്രസാദമുള്ളതായ കാര്യങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് നമ്മൾ 1, 2, 3, 4 എന്ന ഗണത്തിൽ പരിശോധിക്കാനായിട്ട് പോവുകയാണ്. സമയം അനുവദിക്കുന്ന വിധത്തിൽ ഞാനത് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ദൈവത്തിന് പ്രസാദമുള്ളത്, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള 4 കാര്യങ്ങളല്ല, അതിങ്ങനെ വിശദമായിട്ട് ബൈബിളിൽ കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ 4 കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ ദൈവപ്രസാദത്തിന് അനന്തര ഫലവും കൂടെ ചുരുക്കമായി ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കുന്നത്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28, 29 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ ദൈവത്തിന് പ്രസാദമുള്ള പ്രഥമമായ പ്രവൃത്തി ആ ഭാഗത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന് കർത്താവിന്റെ അരികിലേക്ക് അണയ്ക്കുവന്ന ആൾക്കൂട്ടം കർത്താവിനോട് ആർത്തികൊണ്ട് ചോദിക്കുമ്പോൾ ഒട്ടും മറച്ചു വയ്ക്കാതെ മുഖപക്ഷം കൂടാതെ മുഖത്തടിച്ച് എടുത്തുവിട്ടു ഉത്തരം നമ്മുടെ കർത്താവ്. ആ ചോദ്യവും ഉത്തരമാണ് ആ ഭാഗത്ത് പറഞ്ഞു വച്ചിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാമല്ലോ. പ്രിയ കർത്താവിന്റെ ദാസനെ നമ്മെ വായിച്ച് കേൾപ്പിക്കും. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ഞാനത് വളരെ വിശദീകരിക്കേണ്ടിയിരിക്കുന്ന ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ചോദ്യവും ഉത്തരവും വളരെ വ്യക്തമാണ്. ചോദ്യം അവിടെ കർത്താവിനോട് ചോദിച്ചത്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം നമ്മുടെ കർത്താവ് പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നാണ്. അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കും. ദൈവം അയച്ച ഒരുവനുണ്ട്. ആ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനമുള്ള നാട്ടുകാരെ, ഇതിനകത്തിരിക്കുന്ന കൂട്ടുവിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ഇവിടെ പറയുന്നത് കർത്താവ് തന്നെ പറയുകയാണ്. ദൈവവചനമാണ് ഇത് വിളംബരം ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് തെറ്റുപറ്റുകയില്ല. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക
വിശ്വസിക്കുക എന്നാണ്. ദൈവം ആരെയാണ് അയച്ചത്, ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് അയച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരവും നമുക്ക് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9, 10, 14 ഈ തിരുവെഴുത്തുകളിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ദൈവം ആരെയാണ് അയച്ചത്, ദൈവം അയച്ചപ്പോൾ അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം അയച്ചത്? എനിക്കത് കാണാതെ ഉദ്ധരിക്കാൻ കഴിയുമെങ്കിലും നമുക്കത് വായിച്ചു കേൾക്കാം. ദൈവം ആരെയാണ് അയച്ചത്, ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് അയക്കാനിടയായി തീർന്നത്? അപ്പം ദൈവം അയച്ചവനിൽ വിശ്വസിക്കണം. അത് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 9, 10, 11 തിരുവെഴുത്ത്, 9, 10, 14 തിരുവെഴുത്തുകൾ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. 14-ാമത്തെ വാക്യം കൂടെ, പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. അപ്പൊ ഈ 3 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളോട് ചോദിച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഉത്തരം പറയുമെന്ന് വിചാരിക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളോട് ഇടയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു കൊള്ളണം. അപ്പൊ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ചോദ്യം, ദൈവം ആരെയാണ് അയച്ചത്? ദൈവം ആരെയാണ് അയച്ചത്? ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വാക്യത്തിൽ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നാണ്. ദൈവം തന്റെ പുത്രനെയാണ് ലോകത്തിലേക്ക് അയച്ചത്, തന്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ. അപ്പൊ അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ദൈവം അയച്ച തന്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ഞാൻ വിശദീകരിക്കുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അതും ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ആ 3 വാക്യങ്ങളിൽ സുവ്യക്തമല്ലേ പ്രിയമുള്ളവരെ? അതിന്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിച്ച, ദൈവം തന്റെ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നാണ്. അവനാൽ ജീവിക്കേണ്ടതിനാണ് ലോകത്തിലേക്ക് അയച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്? ഉത്തരം വ്യക്തമാണ്. നാം അവനാൽ ജീവിക്കേണ്ടതിന് അയച്ചു എന്നുള്ളതാണ്. ഏത് ജീവൻ? ഇത് ആത്മീയ ജീവനെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മെ സംബന്ധിച്ച് നമുക്കറിയാം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം ആധാരമാക്കി പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നിങ്ങൾ എന്നാണ്. മാനവജാതി പാപത്തിന്റെ അമിക്കയിൽ അടിപ്പെട്ട് അവൻ ആത്മീയമായിട്ട് മരിച്ചു മണ്ണ് കപ്പി കിടന്ന അന്തരീക്ഷത്തിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനൊരു ഉത്ഥാനം നൽകി, അവന് ഒരു പുതിയ ജീവൻ നൽകി, ആത്മീയ ജീവൻ സമൃദ്ധമായിട്ട് പകർന്ന് നയിക്കുന്നതിനാണ് കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവ് ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനും അത്രേ എന്നാണ്. അപ്പൊ അവർക്ക് ജീവൻ ഉണ്ടാകാൻ അവനാൽ ജീവിക്കേണ്ടതിനാണ് ലോകത്തിലേക്ക് അയച്ചത്. അതിന്റെ ഒരു വശം കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ പ്രിയമുള്ളവരെ. ചിലരൊക്കെ നമ്മളെ കളിയാക്കി പറയുന്നുവെങ്കിലും അതിനകത്തൊരു ചെറിയൊരു യാഥാർത്ഥ്യമുണ്ട്. തന്റെ പുത്രൻ അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, പ്രാരംഭ വാക്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനും കഴിയും കേട്ടോ. ജീവനും ജീവിതവും നൽകുന്നവനാണ്. ആത്മീക ജീവൻ മാത്രമല്ല, ഇഹലോകത്തിൽ ജീവിക്കാനായിട്ട് ആവശ്യമായിരിക്കുന്ന നന്മകളും നൽകേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശോക്തിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടുത്തെ സന്നിധാനത്തിൽ വന്നിട്ടുള്ള ആളുകൾ അവർ ജീവിക്കുന്നുണ്ട് കേട്ടോ. അവർ ആത്മഹത്യ ചെയ്യുകയില്ല. ദാരിദ്ര്യം അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, കഷ്ടത അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, രോഗദുരിതങ്ങൾ അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്, തിരമാല സമാനമായ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അവരെ മുക്കി താഴ്ത്താനായിട്ട് അലറിയെടുക്കുന്ന തിരമാലകൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മരുഭൂസമാനമായി ചൂടേറിയ അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നതുകൊണ്ടാണ്
ഇന്ന് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ ആത്മഹത്യയിലേക്ക് പോകാതെ അവരിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ താൻ അയച്ച തന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ അവർക്ക് വിശ്വസിക്കാൻ ഇടയായി തീർന്നു എന്നുള്ളത് കൊണ്ടാണ്. കേവല ഉദരപൂർണത്തിന് വേണ്ടി മാത്രം കർത്താവിന്റെ പിന്നാലെ പോകുന്നവരല്ല വിശ്വാസികൾ, ദൈവദാസന്മാർ എന്ന് പറയുന്നത്. മറിച്ച് ഈ പറയുന്ന പോലെ അവർ ആത്മീയമായിട്ട് ജീവിക്കുവാൻ, ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിനാൽ ജീവിക്കുവാൻ അവർ കർത്താവിന്റെ പിന്നാലെ പോയവരാണ്. അതിനാണ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അതിന്റെ 10ാമത്തെ വാക്യത്തിൽ പിന്നെയും ദൈവം തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ ലോകത്തിലേക്ക് അയച്ചു എന്നാണ്. ഈ പ്രായശ്ചിത്തം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ശ്രീകണ്ഠേശ്വരത്തിന്റെ മലയാള നിഘണ്ടുവിൽ ഞാൻ നോക്കിയപ്പോൾ അത് ഈ പറഞ്ഞ പ്രതിവിധി എന്ന വാക്കാണ് അതിനർത്ഥം കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പാപത്തിനോ തെറ്റിനോ പകരമായിട്ട് ചെയ്യുന്നതായിരിക്കുന്ന അതിന്റെ പ്രതിശാന്തിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്നാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കതിനെ സംക്ഷേപിച്ചുകൊണ്ട് പറയാനായിട്ട് സാധിക്കുന്ന പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ പകരമായി തീരുക എന്നാണ്. നമ്മുടെ പാപങ്ങൾക്ക് പകരമായി തീരുക. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് എനിക്കും നിങ്ങൾക്കും പകരമായി പാപത്തിന് പകരമായി തീരേണ്ടതിന് എനിക്കും നിങ്ങളുടെയും പാപത്തിന്റെ ശിക്ഷ നമുക്ക് പാരകമായി അനുഭവിക്കേണ്ടതിനാണ് പിതാവ് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. കാൽവരിയിലെ ക്രൂശിൽ അത് നിവർത്തിക്കപ്പെടാൻ ഇവിടെയായിട്ട് തീർന്നു. ഇന്നേക്ക് 2025 ആണ്ടുകൾക്ക് മുമ്പ് കാൽവരിയിൽ നമ്മുടെ കർത്താവ് മുൾക്കിരീടധാരിയായി, കനത്ത കാരിരുമ്പാണുകൾ മരത്തോട് ചേർത്തടിക്കപ്പെട്ടവനായി, വിലാവിൽ കുന്തമുന കൊണ്ടവനായി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് ഉറക്കലറി കരഞ്ഞുകൊണ്ട് മരണം അനുഭവിക്കാൻ ഇടയായി തീർന്നത് അത് നമുക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു യേശു ക്രൂശിൽ നിവർത്തിച്ചത്. എനിക്കും നിങ്ങൾക്കും പകരമായിട്ടുള്ള മരണം ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട ഭയാനകരമായ പാപത്തിന്റെ ശിക്ഷയായ എരിനരകം അനുഭവിച്ചുകൊണ്ടുള്ള മരണമാണ് യേശു ക്രൂശിൽ അനുഭവിച്ചത്. അതാണ് അവിടെ പുത്രനെ പിതാവ് ലോകത്തിലേക്ക് അയക്കാൻ ഇടയായി തീർന്നത്. അതിനോട് ചേർന്ന് വരുന്ന ആശയമാണ് 14ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് ലോകരക്ഷിതാവായിട്ട് അയച്ചു എന്നാണ്. ലോകരക്ഷിതാവായി, ആ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ബൈബിൾ എന്നാണ് വേദവിജ്ഞാനികൾ ആ വാക്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാണാതെ അറിയാമെന്നുള്ളവർക്ക് നമുക്ക് അങ്ങ് ചേർന്ന് പറയാമല്ലോ. ആ വാക്യമെങ്കിലും നമ്മൾ ബ്രദർകാരും എല്ലാവരും അറിയണമല്ലോ. എന്താ വാക്യം? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം ദൈവം, അടുത്ത പ്രയോഗം, ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നാണ് ചില ട്രാൻസ്ലേഷനിൽ കാണുന്നത്. ലോകത്തെ സ്നേഹിച്ചു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം, പുത്രൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ പുത്രന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മതസ്ഥാപനമേ അല്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. മറിച്ച് എന്തിനാണ് ലോകത്തിലേക്ക് പുത്രനെ അയച്ചത്? പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകരക്ഷിതാവായിട്ടാണ് അയച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തു ലോകരക്ഷിതാവാണ്. ലോകത്തെ രക്ഷിക്കുവാനാണ് ഈ ലോകത്തിൽ യേശുക്രിസ്തുവിനെ അയച്ചത്. അങ്ങനെ ദൈവത്താൽ അയക്കപ്പെട്ട ലോകരക്ഷിതാവ് ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടല്ലേ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തിൽ പത്രോസ്ലീഹ ആവേശോജ്വലമായ വിധത്തിൽ അദ്ദേഹം വളരെ പ്രകമ്പനം കൊള്ളുന്ന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. അതുകൊണ്ട് സകല ജാതി, മത, വർഗവർണ്ണ, പണ്ഡിത, പൗരസ്ത്യ, പാശ്ചാത്യ എല്ലാവർക്കുമുള്ള രക്ഷപ്രഭുവിനും ഭിക്ഷക്കാരനും എല്ലാവർക്കും വേണ്ടി ദൈവം രക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നവരാണ് കർത്താവായ യേശുക്രിസ്തു. എല്ലാ സഭക്കാർക്കും വേണ്ടിയാണ് രക്ഷിതാവായി ദൈവം പുത്രനെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന സഭയിൽപ്പെട്ട ആളാണ്, ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, ഞാൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് ആർക്കും ഇതിൽ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കുന്നതല്ല. യേശുക്രിസ്തു ഏക ലോക രക്ഷിതാവാണ്. ലോകത്തെ രക്ഷിക്കുവാൻ യേശുക്രിസ്തുവിനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചു. അതുകൊണ്ട് ഈ പുത്രൻ എന്തുദ്ദേശത്തോടുകൂടെ പിതാവ് നിയോഗിച്ച് ലോകത്തിലേക്ക് അയച്ചുവോ ആ കാര്യം വിശ്വസിച്ച് നമ്മൾ അംഗീകരിക്കണം. അതാണ് ദൈവത്തിന് പൂരിപ്പിക്കാമോ? അതാണ് ദൈവത്തിന് പ്രസാദമുള്ള
പ്രവൃത്തി, പ്രസാദമുള്ള പ്രവൃത്തി. സമയം ഓടിപ്പോകുകയാണല്ലോ. രണ്ടാമത്തെ ആശയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി? ശമൂവേലിന്റെ ഒന്നാമത്തെ പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ശമൂവേലിന്റെ ഒന്നാമത്തെ പുസ്തകം 15:22. അതും ബൈബിൾ പരിചയമുള്ള, പ്രത്യേകിച്ച് ബ്രദറുകാരായ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. വായിച്ചു കേൾക്കാം. അവിടെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു പ്രവൃത്തി പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിച്ചു കേൾക്കാം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അവിടെ പശ്ചാത്തലമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കത് പരിചയമുണ്ട്. ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ദൈവത്തിന് പ്രസാദമാകുമോ? എന്തനുസരിക്കുക? കൽപ്പന അനുസരിക്കുന്നത് പോലെ. കൽപ്പന, ആ വാക്കാണ് ഞാൻ അടിവരയിടുന്നത്. കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും ദൈവത്തിന് പ്രസാദമാകുമോ? പ്രസാദമാകുമോ? നിങ്ങൾ ഉത്തരം പറയണം. പ്രസാദമാകുകയില്ല എന്നാണ്. പിന്നെ എന്താണ് ദൈവത്തിന് പ്രസാദം? ദൈവത്തിന് പ്രസാദം എന്താണ്? കൽപ്പന അനുസരിക്കുക എന്നതാണ്. കൽപ്പന അനുസരിക്കുക. ഞാൻ പ്രാരംഭ സമയത്ത് പറഞ്ഞു, ഈ ബൈബിൾ എന്ന് പറയും ദൈവകൽപ്പനയുടെ സമാഹാരമാണ്. ദൈവകൽപ്പനയുടെ സമാഹാരമാണ്. ഏകദേശം 3808 പരം പ്രാവശ്യം വേദ പണ്ഡിതന്മാർ പറയുന്നതാണ്. 3808 പരം പ്രാവശ്യം യഹോവ കൽപ്പിക്കുന്നു, യഹോവ അരുൾ ചെയ്യുന്നു, യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു എന്നുള്ള പദപ്രയോഗങ്ങൾ ബൈബിളിൽ സുലഭമാണ് എന്നാണ്. അതുകൊണ്ട് ദൈവ കൽപ്പനയുടെ സമാഹാരമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദൈവകൽപ്പന പ്രമാണിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. അതിന് പകരം ഹോമയാഗങ്ങളോ ഖനനയാഗങ്ങളോ മറ്റ് നമ്മുടെ ധനമോ വസ്തുക്കളോ ഒക്കെ അർപ്പിക്കുന്നത് ദൈവത്തിന് പ്രസാദമല്ല എന്ന വിധത്തിലാണ് അവിടെ ആ ശബ്ദം നമുക്ക് മുഴങ്ങി കേൾക്കാനായി സാധിക്കുന്നത്. ദൈവകൽപ്പന ഞാൻ പറഞ്ഞു, 66 പുസ്തകങ്ങളുടെ 1189 അധ്യായങ്ങളുടെ 31,173 ഏകദേശം വാക്യങ്ങളുടെ സമാഹാരമായ ബൈബിൾ ദൈവ കൽപ്പനയാണ്. എന്നാൽ പഴയ നിയമത്തിനകത്ത് മോശ മുഖാന്തരം എഴുതി കൊടുത്ത ഒത്തിരി കൽപ്പനകളുണ്ട് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. ആ കൽപ്പന എത്രയെന്ന് ചോദിച്ചാൽ എത്ര കൽപ്പന എഴുതി കൊടുത്തു? അങ്ങനെ നമുക്ക് അറിവുള്ള ക്രൈസ്തവ ലോകത്തിന് അറിയപ്പെടുന്ന 10 കൽപ്പനയാണ്. എന്നാൽ 10 കൽപ്പന മാത്രമല്ല, അതും വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി നോട്ടൊന്നും ആക്കിയിട്ടില്ല. ഏകദേശം 613ഓളം കൽപ്പനകൾ മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിന് കൊടുത്തു എന്നാണ് വേദവിജ്ഞാനികൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഞാൻ പഴയ നിയമത്തിലെ കൽപ്പനകളെ അല്ല ഇപ്പൊ പ്രധാനമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് കൽപ്പനകളുണ്ട്, പുതിയ നിയമത്തിൽ നമുക്ക് കൽപ്പനകളുണ്ട്. ചില കൽപ്പനകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം, അവിടെ 2 കൽപ്പനകളുണ്ട്. അതൊന്ന് ക്രമമായി ചിട്ടപ്പെടുത്തി പറയുമ്പോൾ പിന്നീട് എനിക്ക് അവിടെ 2-ാമത്തെ ഭാഗം ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിന്റെ ആദ്യ ഭാഗം മാത്രം നമുക്ക് വായിച്ചു കേൾക്കാം. എന്താണ് ദൈവത്തിന്റെ കൽപ്പന എന്ന് അത് 2ാമത് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ് ആദ്യം ഉദ്ധരിക്കേണ്ടതായിട്ടിരിക്കുന്നത്. ഇത് കാണാതെ ഒക്കെ പറയാൻ പറ്റുന്ന വാക്യങ്ങളാണ്. സൗന എസെക്കിയലിന്റെ സഹായമായിട്ട് ഞാനത് ഉദ്ധരിക്കാം എന്ന് വിചാരിക്കുന്നു. ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന അപ്പോസ്തല 17:30, അവിടെ അഥേനയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഏതൻസ് തത്വജ്ഞാനത്തിന്റെ തറവാടെന്ന നാമത്തിൽ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ ആദികൾക്കൊക്കെ ജന്മം കൊടുത്തിട്ടുള്ള മണ്ണ്. ആ മണ്ണിൽ നിന്നുകൊണ്ട് പൗലോസ് ലീഗ വിളിച്ചു പറയുകയാണ്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പൊ എല്ലായിടത്തുമുള്ള എല്ലാ ആളുകളും മാനസാന്തരപ്പെടണം എന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു എന്നാണ്. നോക്ക്, അവിടെ കിടക്കുന്ന ഒരു കൽപ്പന. ഇതും ഇവിടെ പറയുമ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരോടും ദൈവം കൽപ്പിക്കുന്നതാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്. മാനസാന്തരം എന്താണ്? അത് തന്നെ മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നതാണ്. എങ്കിലും ചിലരൊക്കെ ഈ മാനസാന്തരം എന്ന് പറയുന്ന കട്ടിയായ പദങ്ങൾ കൊണ്ട് ഭാഷയിൽ നിന്നൊക്കെ അടർത്തിയെടുത്തുകൊണ്ട് ചിലത് പറയുമ്പോൾ എനിക്ക് തന്നെ ചിലത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേങ്കിൽ മാനസാന്തരം എന്തെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൊണ്ട് വളരെ സഹായമായിട്ട് 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ. ഈ
വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ട് മൂന്ന് പദപ്രയോഗങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് മാനസാന്തരം എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 20-21. ഈ ബാധകളാൽ മരിച്ചു പോകാതെ തുടരാം. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാതെ പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 30-31 വാക്യങ്ങൾ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. വായിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരുവീൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. നിങ്ങൾക്ക് പുതിയൊരു അതുവരെ മതി. ഈ രണ്ട് ഭാഗത്തും വായിച്ചാൽ ഒരു 2-3 പ്രയോഗങ്ങൾ മാനസാന്തരമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിട്ട് മാനസാന്തരപ്പെട്ടില്ല. അവിടെ വിടേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ? വിടേണ്ട കാര്യങ്ങളെ വിട്ട് കളയുന്നതാണ്. എന്ത് അല്ലേ? എന്തോ നിങ്ങളുടെ ദേവാശ്രമം നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടല്ലെന്ന് തോന്നുന്നു. എനിക്കെന്തോ അബദ്ധം പറ്റിയതുപോലെ തോന്നുന്നു. ഇവിടെ ഇല്ലേ നിങ്ങളാരും? വിട്ടുകളയേണ്ട കാര്യങ്ങളെ വിട്ടുകളയുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അവിടെ വിടേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കെല്ലാം വിശദീകരിക്കാനായിട്ട് പറ്റിയല്ല. അപ്പൊ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഏറ്റവും ശ്രദ്ധേയനായ പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ യഹോവ പറയുകയാണ്: അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും വിട്ട് തിരിവീൻ എന്നാണ്. നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെ വിട്ടുതിരിവീൻ, അത് വിട്ടുകളയുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വിട്ടുകളയേണ്ട, ഇത് വിശ്വാസികളും വിട്ടുകളയേണ്ട കാര്യമുണ്ട്, ഇതുവരെ വിശ്വാസത്തിൽ വരാതിരിക്കുന്നവരും വിട്ടുകളയേണ്ട കാര്യമുണ്ട്. മാനസാന്തരം എന്ന് പറയുന്നത് ലോകത്തിൽ വിശ്വാസികൾ അല്ലാത്തവർക്ക് മാത്രം പറയുന്നതല്ല. മാനസാന്തരം എന്നുള്ളത് വിശ്വാസിക്കും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചും വിശ്വാസികളായ സംബന്ധിച്ചും ഒക്കെ ചിന്തിച്ചാൽ വിട്ടുകളയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മദ്യം വിട്ടുകളയേണ്ടതായിട്ടുണ്ട്, മയക്കുമരുന്നുകൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്, ലഹരി വസ്തുക്കൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്, മൊബൈൽ ഫോൺ അരുതാത്തത് കാണുകയും കേൾക്കുകയും അതിലൂടെ ചില ആവശ്യമില്ലാത്ത ചാറ്റും ചീറ്റും ഒക്കെ നടത്തുന്നില്ലേ? ഇത് പിള്ളേർ മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് മക്കളെ കെട്ടിക്കൊടുക്കാറായി കെട്ടിക്കെടുത്ത് കൊച്ചുമക്കളായ അവരുമൊക്കെ ഇന്ന് വച്ച് നടത്തുന്നുണ്ട്. ഇതെല്ലാം വിട്ടുകളയേണ്ടതാണ്. ഇതൊക്കെ വിട്ടുകളയേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എന്തൊക്കെയാണ് വിട്ടുകളയാനായിട്ടുള്ളത്? അങ്ങനെ വിട്ടുകളയുന്നതാണ് മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് ആ വിട്ടുകളയുക എന്ന പ്രയോഗത്തിൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മറ്റൊരു വാക്കൂടെ പറയുന്നുണ്ട്: നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെ നിങ്ങൾ ദൂരത്ത്, കേട്ടില്ലേ, എറിഞ്ഞു കളവീൻ. എന്താ അത് എറിഞ്ഞു കളയുന്നെന്ന് പറയുന്നത്? വിട്ടുകളഞ്ഞതിന് പിന്നെയും തിരിച്ച് എന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് ഇടയാകരുത്. അത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അത് ദൂരത്ത് എറിഞ്ഞു കളയണം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സദൃശവാക്യങ്ങൾ വായിക്കുന്നത്: നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നാണ്. അല്ലെ, അങ്ങനെയല്ലേ? പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, നിങ്ങളുടെ അതിക്രമങ്ങൾ ഏറ്ററിഞ്ഞ് ഉപേക്ഷിക്കുക, പിന്നെ അതിന്റെ പിന്നാലെ പോകാനായിട്ടിടയായിട്ട് തീരരുത്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക എന്ന കൽപ്പന. പിന്നെ നിങ്ങൾ മനം തിരിഞ്ഞ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആരുള്ളു തിരിഞ്ഞ് കർത്താവിങ്കലേക്ക് അടുത്തു വരിക, ആ ആശയം അതിനകത്ത് പറയുന്നുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അത് എല്ലായിടത്തുമുള്ള എല്ലാ ആളുകളോടും ദൈവത്തിന്റെ കൽപ്പനയാണ്, അലംഘനീയമായ കൽപ്പനയാണ്. ഈ കൽപ്പന അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ഇനിയും നമ്മൾ ഈ പറയുന്ന പോലെ യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം വാക്യം ആദ്യ ഭാഗത്ത് പറയുന്നത്: അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും, അതാണ് അടുത്ത
കൽപ്പനയായിട്ടാ പറയുന്നത്. അത് ഞാൻ നേരത്തെ വിശദീകരിച്ചത് കൊണ്ട് ഇപ്പോൾ അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ കൽപ്പനയാണ്. സകലരുടെയും സൃഷ്ടാവായിരിക്കുന്ന ദൈവം, ആകാശഭൂമി സകല സൃഷ്ടാദികളെയും വിളിച്ചു വരുത്തിയതായിരിക്കുന്ന ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്ന ഏക സത്യജീവനുള്ള ദൈവം, ആ ദൈവം കൽപ്പിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. കാരണം എന്റെ പുത്രനെ ഞാനാണ് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുക, അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അടുക്കും ചിട്ടയോടും കൂടെ അതിനെ ഒന്ന് വിശദീകരിച്ചാൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 തുടങ്ങിയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ 20 വരെ അവിടെ ഒരു കൽപ്പന പറയുന്നുണ്ട്. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, ഞാൻ വാക്യോ പറയുന്നത്, ഞാൻ വാക്യോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എല്ലാം എടുത്ത് വായിച്ചു പോകാൻ സമയമില്ല, അതുകൊണ്ട് വാക്യോ പറയുന്നത്, യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പൂരിപ്പിക്കാമോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിയോൾ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. അവിടെ പറയുന്ന കൽപ്പന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്നുള്ളതായ കൽപ്പനയാണ്. ദൈവകൃപയാൽ ഏകദേശം ഒരു 22-23 വയസ്സുള്ളപ്പോൾ ലോകത്തിന്റെ പിന്നാലെ അതുവരെ ജീവിച്ചു കൊണ്ടിരുന്ന, ബൈബിൾ എന്തെന്നറിഞ്ഞൂടാത്ത ഒരു ക്രിസ്ത്യാനിയായ, ആത്മരക്ഷയെന്ത്, മാനസാന്തരമെന്ത്, സ്നാനമെന്ത്, ആരാധനയെന്ത് എന്നൊന്നും അറിഞ്ഞൂടാതെ ചില സഭകളുടെയൊക്കെ പിന്നാലെ നേരത്തെ പറഞ്ഞതുപോലെ ശുശ്രൂഷകളിലൊക്കെ നടന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്ന എനിക്ക് ദൈവകൃപയാൽ മാനസാന്തരപ്പെടുവാൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുവാൻ, പ്രായശ്ചിത്ത ബലിയിൽ വിശ്വസിക്കുവാൻ, കർത്താവിന്റെ രാജകീയമായ കൽപ്പന അനുസരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവിടെ നിന്ന് ഒരുപാട് അകലമില്ല, കാട്ടാക്കട കട്ടയ്ക്കോട് നിങ്ങളുടെ ഇവിടെയുള്ള ദൈവദാസൻ താമസിക്കുന്ന അതിന്റെ മറുസൈഡിലായിട്ടുള്ള കുളത്തിൽ ഞാൻ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ ഇറങ്ങി. എന്നെ മുക്കിയവരൊക്കെ അല്പം ബുദ്ധിമുട്ടി, കാരണം ഈ നീളം കുറച്ച് കൂടുതലായിരുന്നു. ഈ നീളം കൂടുതലുള്ളവരെയും വണ്ണം കൂടുതലുള്ളവരെയും സ്നാനപ്പെടുത്താൻ അല്പം ബുദ്ധിമുട്ടാണ്. പ്രത്യേകം നമ്മുടെ രാജസൗരനെ പോലെ ഉള്ളവരൊക്കെ സ്നാനപ്പെടുത്തിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ സ്നാനപ്പെടുത്താൻ അല്പം പ്രയാസമാണ്. എന്നാൽ ഞാൻ ചിലരെയൊക്കെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, വണ്ണമുള്ളവരെയും ഇല്ലാത്തവരെ. ഞാനോട് പറയും, ഞാൻ സ്നാനപ്പെടുത്തുന്നു എങ്കിലും വാസ്തവത്തിൽ നിങ്ങൾ സ്നാനപ്പെടുകയാണ്. അതുകൊണ്ട് എന്നെ വലിയ വെയിറ്റ് ഒന്നുമില്ല, ആരോഗ്യമില്ല, കാലൊന്ന് വികലാംഗനാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങളോട് ചോദ്യമൊക്കെ ചോദിച്ച് നിങ്ങൾ അതിൻ്റെ ഉത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിന്നെ ഞാനിപ്പോൾ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബലമൊന്നും പ്രയോഗിക്കാതെ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങ് മുട്ടുമടക്കി താഴോട്ട് പോയി സ്നാനപ്പെട്ടോളണം എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എത്ര പറഞ്ഞാലും ഈ ചില പെൺകുട്ടികൾക്ക് വലിയ കുഴപ്പമില്ല, അവർ വെള്ളം പരിചയമില്ല സ്നാനപ്പെടും. ചില പയ്യന്മാർ, അടുത്ത കാലത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ കോവളത്തിനടുത്ത് ഒരു നദിയിൽ ചിലരെ സ്നാനപ്പെടുത്തിയും ആ സ്നാനപ്പെടുത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഓ ശരി അപ്പച്ചാന്ന്, എന്നെ അപ്പച്ചാന്ന് വിളിക്കുന്ന ഒരു മോന അതൊക്കെ പറഞ്ഞ് കണ്ടാൽ അധികം പ്രായം തോന്നില്ല, നേരത്തെ അപ്പച്ചനായ ആളാണ്. അപ്പം അതുകൊണ്ട് ആ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചോദിച്ച് ഇവനെ പിടിച്ച് മുങ്ങിയവൻ താഴോട്ട് പോകേണ്ടവരും മുകളിലോട്ടാണ് വന്നത്. എൻ്റെ ഊപ്പാട് വന്നു പോയി, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സ്നാനപ്പെടുത്തുക, അത് സ്നാനപ്പെടാനുള്ള സ്നാനപ്പെടണം. അതൊരു ഒരു മോശമായിട്ടൊന്നും കാണരുത്, അത് കളിയാക്കുന്ന ഒത്തിലൊന്നും കാണരുത്. ലോകം എങ്ങനെ കണ്ടോട്ടെ, ലോകം കർത്താവിനെ എങ്ങനെ കണ്ടത്, ലോകം ദൈവത്തെ എങ്ങനെ കാണുന്നു, ലോകം ഈ പറഞ്ഞതുപോലെ ആത്മീയ കാര്യങ്ങളെ കാണുന്നു, അവർക്ക് ആത്മീയ ബോധമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ അറിവുള്ള ആളുകൾ അഭിമാനമുള്ളവരായിരിക്കണം, നട്ടലുള്ളവരായിരിക്കണം, ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാം. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞ ഒരു നുറുങ്ങ് വാക്ക് മനോരമ പത്രത്തിൽ ഞാൻ വായിച്ചു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? എവിടെയും പോകാൻ, എന്തും ചെയ്യാൻ, എന്തും പറയാൻ യാതൊരു ഭീരുവിനും കഴിക്കും. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, എന്നാൽ നല്ലത് ചെയ്യാൻ, ശരിയായിട്ടുള്ളത് ചെയ്യാൻ, ശരിയായിടത്ത് പോകാൻ അത് ആരെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ? അത് ഭീരുവിനെ കൊണ്ട് കഴിയുകയില്ല, അത് ധീരനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ ചാരിതാർത്ഥ്യത്തോടെ അഭിമാനത്തോടെ ചെയ്യാൻ അത് ധീരനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇതിൽ വളരെ അഭിമാനം കൊള്ളേണ്ടതാണ്. നമുക്ക് കാശില്ലായിരിക്കാം, വലിയ സൗന്ദര്യമില്ലാത്ത ആരോഗ്യമില്ലായിരിക്കാം, എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് അഭിമാനം ഉണ്ടായിരിക്കണം. നമ്മൾ ആരുടെയും മുമ്പിൽ കൂസിപ്പോകാൻ പാടില്ല. ഇന്നത്തെ യുവതലമുറ അതിനുവേണ്ടി ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ സജ്ജരാക്കേണ്ടതാണ്.
സജ്ജരാകേണ്ടതാണ്, സജ്ജരാകേണ്ടതാണ്. മറ്റുള്ളവർ അവരുടേതായിരിക്കുന്ന വിശ്വാസങ്ങൾക്ക് വേണ്ടി ആവേശം കാണിക്കുമ്പോൾ ബാലും ചുരുട്ടി ഇരിക്കേണ്ടവരല്ല നമ്മൾ അതിൽ ധീരമായി നിന്ന് കർത്താവിന് വേണ്ടി ഒരു പക്ഷേ വേണ്ടി വന്നാൽ, 1-ാം നൂറ്റാണ്ടിലെപ്പോൾ രക്തം ചിന്തേണ്ടി വന്നാൽ, ആക്ഷേപേൽക്കേണ്ടി വന്നാൽ, അടിയേൽക്കേണ്ടി വന്നാൽ, ഒരു പക്ഷേ ആട്ടും തുപ്പും വെക്കേണ്ടി വന്നാൽ, ചപ്പും ചവറുമായി തീരേണ്ടി വന്നാൽ, അതൊക്കെ അഭിമാനത്തോടുകൂടെ ഏറ്റെടുക്കാനായിട്ട് എം ഇ ചെറിയാൻ സാറ് പാടിയതുപോലെ നിന്ദിതനായി തീരുവതാണ് എനിക്ക് അഭിമാനം. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ഇടയാകണം. അതുകൊണ്ട് സ്നാനപ്പെടുക എന്നുള്ളത് കൽപ്പനയാണ്. വിഷയം ഇനിയും കിടക്കുന്നു. കൃഷ്ണൻകുട്ടി സാറ് സാധാരണ പറയാനുള്ള വിഷയം വിശ്രുതം, സമയം പരിമിതം, വിട്ടു ഞാൻ അപ്പുറത്തേക്ക് എന്ന് പറയുന്ന പോലെ എനിക്ക് വിട്ടുവരേണ്ടതായിട്ടിരിക്കുന്നു. 3-ാമത്തെ കൽപ്പന ഇവിടെ പറഞ്ഞു, മാനസാന്തരപ്പെടുക, കർത്താവിൽ വിശ്വസിക്കുക, സ്നാനപ്പെടുക എന്ന കൽപ്പന. ആ ഗണത്തിൽ 2 കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കണം. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23 വാക്യം നമുക്ക് പരിചയമാണ്. അതിനകത്ത് കൽപ്പന എന്ന വാക്കില്ല, പക്ഷെ പറഞ്ഞു എന്ന വാക്ക് കിടപ്പുണ്ട്. അത് കൽപ്പനയ്ക്ക് തുല്യമാണ്. എന്താണെന്നൊക്കെ അറിയാമോ? 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്ത് വിഷയമായി ഉപദേശസത്യമാ പറഞ്ഞു വച്ചിരിക്കുന്നത് പറയാമോ? കർത്തൃമേശയെ സംബന്ധിച്ചുള്ള കാര്യമാ. പൗലോസ് കൂടെ പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നെന്നാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലുന്നുറുക്കി ശിഷ്യന്മാർ കൊടുത്ത് പറഞ്ഞു എന്നാൽ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ആ ചെയ്വീൻ എന്ന വാക്ക് കൽപ്പനയ്ക്ക് തുല്യമായ വാക്കാണ്. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും കൊടുത്ത് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്നാണ്. ഒരു വാക്ക് മുമ്പേ കയറി ഞാൻ ഇവിടെ ഇതൊക്കെ അനുസരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് പറയട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് മാനസാന്തരപ്പെടാൻ കഴിഞ്ഞെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചതാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചതാണ്. നമ്മൾ പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റെങ്കിൽ ഇത് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചതാണ്. ഞാൻ പറയട്ടെ, ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ നാൾ തോറും പല കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, അത്ര ശരീരത്തിന് സുഖമില്ലെങ്കിലും, പല കാര്യം കല്യാണമുണ്ടെങ്കിലും, പാലുകാച്ചുണ്ടെങ്കിലും, പല ഭൗതിക കാര്യങ്ങളുണ്ടെങ്കിലും, യാത്രയുണ്ടെങ്കിലും, ടൂർ ഉണ്ടെങ്കിലും, അതൊക്കെ വേണ്ട എന്ന് വച്ചിട്ട് വന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം കർത്താവായ യേശുക്രിസ്തുവിന്റെ തകർന്ന ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന, അതിൽ നിന്ന് ചീറ്റി ഒഴിക്കപ്പെട്ട വാർന്നൊഴുകപ്പെട്ട രക്തം, ആ രക്തത്തിന്റെ ഓർമ്മയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന പാനപാത്രം 2025 ആണ്ടുകൾക്ക് മുമ്പ് നടന്നതായ ആ സംഭവത്തിന്റെ സ്മാരക ശുശ്രൂഷ നമ്മുടെ കർത്താവ് സ്ഥാപിച്ചു നൽകിയത്. അതിൽ വന്ന് പങ്കെടുക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞത് നമ്മൾ അനുസരിക്കുകയാണ്, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവരെ ഓർത്തു ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ഈ കൽപ്പന അനുസരിക്കണം. ഒരുപക്ഷെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കുറെ നാളുകൾ ഇതിൽ നിന്ന് പങ്കെടുത്തിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മടങ്ങി വരണം. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഏതു കുറവുകളും ക്ഷമിക്കുന്നവനാണ്. എന്നിട്ട് ദൈവജനത്തോട് ചേർന്ന് ആഴ്ചയുടെ 1-ാമത്തെ ദിവസം വന്ന് കർത്തൃമേശയിൽ പങ്കെടുത്ത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ആരാധനയെന്ന് പറയുമ്പോൾ ഞാനത് ഇനി എനിക്ക് വിഷയം ഒരുപക്ഷെ അത് വിശദമായി പറയേണ്ടതായിട്ട് വരും, അതുകൊണ്ട് വെട്ടിച്ചുരുക്കേണ്ടതായിട്ടിരിക്കുന്നു. ആരാധന എന്ന് പറയുന്നത് കേവലം പാട്ടല്ല. ആരാധന എന്ന സ്തോത്രസ്തുതികൾ മാത്രം അർപ്പിക്കുന്നതല്ല. ആരാധന പ്രസംഗം മാത്രം, ഇതെല്ലാം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ആരാധന സങ്കീർത്തനം വായന മാത്രമല്ല. ആരാധന പുതിയ നിയമസഭയുടെ ആരാധന എന്ന് പറയുമ്പോൾ അത് സങ്കീർത്തന സ്തുതി സ്തോത്രാദികളോടുകൂടെ കർത്തൃമേശയിൽ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗമ ഓർത്തുകൊണ്ട്, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഓർത്തുകൊണ്ട് അർപ്പിക്കുന്ന പ്രിയമുള്ളവരെ ആരാധനയാണ് ശരിയായ ആരാധന എന്ന് പറയുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അങ്ങനെ സംബന്ധിക്കുവാനിടെ അത് കർത്താവ് കൽപ്പിച്ചതാണ്. ആ ഗണത്തിൽ ഒന്നുകൂടെ ചൂണ്ടിക്കാണിക്കണമല്ലോ. വിശ്വാസികളൊക്കെ എന്നെ കേൾക്കുന്നത് കൊണ്ട് 2 വിധത്തിലാണ് ഈ പ്രസംഗം എനിക്ക് നിവർത്തിക്കേണ്ടതായിട്ട് വരുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിന് 2-ാമത്തെ ഭാഗത്ത് ഒരു കൽപ്പന കൂടെയുണ്ട്. മാനസാന്തരപ്പെട്ടെന്ന് പറയുന്ന, രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന, സ്നാനപ്പെട്ടെന്ന് പറയുന്ന, കർത്തൃമേശയെ സംബന്ധിച്ച് കർത്താവിനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു കൽപ്പനയാണ് അവിടെ കിടക്കുന്നത്. അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം.
കർത്തൃമേശ സംബന്ധിച്ച് ഞങ്ങൾ കർത്താവിൽ ഒന്നാണ്. ഞങ്ങൾ ഒരപ്പത്തിന്റെ അംശികളാണ്, ഒരു പാനപാത്രത്തിന്റെ അംശികളാണ് എന്ന് പറഞ്ഞ് ആരാധിച്ചിട്ട് പ്രിയമുള്ളവരെ പുറത്തു വെച്ച് കാണുമ്പോൾ മുഖം തിരിഞ്ഞു പോകുന്നതല്ല ഈ പറയുന്ന ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. അതൊന്നല്ല, അതല്ല നമ്മളത് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടിരിക്കുന്നു. അന്യോന്യം സ്നേഹിക്കുക. ഞാൻ ഓർക്കുകയായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. ഒരുപാട് ചിന്തകൾ എല്ലാമൊന്നും പൊതുവിൽ പറയും. ഇപ്പൊ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറയുന്നത്, കുറേയൊക്കെ പറഞ്ഞതൊക്കെ വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എങ്കിലും സാരമില്ല, ചെരുപ്പ് കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഹല്ലേലൂയ എന്ന് പണ്ടൊരാൾ പറഞ്ഞല്ലോ. എന്ന് പറയില്ല, കിട്ടിയില്ലെങ്കിലും സാരമില്ല, കല്ലേറ് കിട്ടിയാലും സാരമില്ല, കുഴിച്ചു മൂടാൻ ആളുകൾ ശ്രമിച്ചാലും സാരമില്ല. ഞാനിങ്ങനെ പറയട്ടെ, ചിലർക്കൊക്കെ സ്നേഹിക്കണമെങ്കിൽ തെക്കുള്ളവർ വടക്കുള്ളവരെ സ്നേഹിക്കും, വടക്കുള്ളവർ തെക്കുള്ളവരെ സ്നേഹിക്കും. തെക്കുള്ളവർക്ക് തെക്കുള്ളവരെ സ്നേഹിക്കാനായിട്ട് അറിഞ്ഞുകൂടാ, വടക്കുള്ളവർക്ക് വടക്കുള്ളവരെ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ, കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരെ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ, ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്നവരെ, ഒരുമിച്ച് നിൽക്കുന്നവരെ കണ്ടാൽ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് അറിയാം. അത് ഞാൻ പറഞ്ഞ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാതെ നീ അടുത്തുള്ളവരെ സ്നേഹിക്കുന്ന പോലെ ഉള്ളൂ. നമ്മൾ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കണം, അടുത്തുള്ളവരെ സ്നേഹിക്കണം, സ്വന്തം സഭയെ സ്നേഹിക്കണം, അടുത്തുള്ളവരെയും സ്നേഹിക്കണം. ദൈവാത്മാവ് നൽകുന്നതൊക്കെ ഞാനങ്ങ് വിളിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ സ്നേഹിക്കണം. ഈ അങ്ങനെ സ്നേഹിച്ചാൽ അതിന് രണ്ട് അനന്തര ഫലങ്ങളുണ്ട്. അത് രണ്ട് വാക്യങ്ങൾ പറയണം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3:14, യോഹന്നാൻ 13:25. അത് ഓരോ വാക്കുകൾ ഞാൻ പറയുകയുള്ളൂ. അങ്ങനെ സ്നേഹിച്ചാൽ, നമ്മൾ അന്യോന്യം സ്നേഹിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന നേട്ടം എന്താണ്? കർത്താവ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 1 യോഹന്നാൻ 3:14. അത് നമ്മുടെ ആത്മരക്ഷയെ വായിച്ചോ. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. അന്യോന്യം സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെന്ന് ഉറപ്പിക്കാം? നമ്മൾ മരണം വിട്ട് ജീവനിൽ കടന്ന്. ഏത് മരണം? രണ്ടാം മരണം മാറി, ആത്മമരണം മാറി, നരകശിക്ഷ മാറി, നമ്മൾ ജീവനിൽ കടങ്ങി നിത്യജീവനിൽ കടന്നിരിക്കുന്നു എന്ന് അതുകൊണ്ട് നമുക്ക് അറിയാം. അവരവർക്ക് തന്നെ ഇത് അറിയാം. പരിശോധിച്ച് നോക്ക്, ഞാനത് വിധിക്കുന്നില്ല. രണ്ടാമത്തെ ആശയം യോഹന്നാൻ 10:30 ഞാൻ തന്നെ അതങ്ങ് ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു, തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് സകല ആളുകളും അറിയും എന്നാണ് മഹാത്മാഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു. എനിക്ക് മറ്റൊരു വിഷയത്തിലാണ്, എങ്കിലും ഇതിനെ ചേർത്ത് പറയാം. എനിക്ക് ക്രിസ്തുവിനെ അറിയാം, പക്ഷേ ക്രിസ്ത്യാനിയെ മനസ്സിലാകുന്നില്ല. എനിക്ക് ക്രിസ്തുവിനെ അറിയാം, പക്ഷേ ക്രിസ്ത്യാനിയെ എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ലോകത്തിലുള്ള ആളുകൾ നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. ചിലരൊക്കെ പറയാൻ എനിക്കുണ്ട്. ഞാൻ പറ്റേ ചിലർ പറയുന്നത്, നിങ്ങളുടെ ഇപ്പോൾ ഇവിടെയുള്ള ദൈവദാസൻ എന്നെ സ്നേഹിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് സ്നേഹമായിട്ടൊക്കെ നമ്മൾ വരുമ്പോൾ ഞാൻ മുഖം വീർപ്പിച്ചിരിക്കുക, കൈ തരാൻ വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞു ഉണ്ടല്ലോ. അതിനൊക്കെ മുഖം കൊടുക്കണമെങ്കിൽ, കൈ കൊടുക്കണമെങ്കിൽ ഓരോ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. അതൊക്കെയാണ് വർദ്ധിച്ചു വരുന്നത്. അതവിടെ ഇരിക്കട്ടെ, ഞാനതൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ വരിക, അദ്ദേഹം എൻ്റെ അടുത്ത് വരിക. അപ്പോൾ ഞാൻ കൈ കൊടുക്കാൻ മടിക്കുന്ന അലക്ഷ്യമായി കാണുന്നു, മുഖമൊക്കെ വീർപ്പിച്ച് കാണിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം ഇങ്ങനെ വരിക. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് കിടക്കുന്നത് അറിയാമോ? ഈ മനുഷ്യൻ എന്നെ സ്നേഹിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണ്ട. അങ്ങനെ ചിന്തിക്കുന്ന അവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണ്ട. അത് കർത്താവിന്റെ ശല്യം വിടുകയല്ലാതെ വേറെ നിവർത്തിയില്ല. ഞാൻ ചിലരൊക്കെ മുമ്പ്, എനിക്ക് വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല, ഞാനെല്ലാം കരങ്ങ് നീട്ടാറുണ്ട്, അങ്ങോട്ടൊന്ന് തട്ടി പൊളിക്കാറുണ്ട്. പക്ഷേ എങ്കിലും ചിലർക്ക് കൈ തരാൻ വലിയ മടിയാണ്, ചിലർക്ക് മുഖം തരാൻ മടിയാണ്, ചിലരുടെ മുഖമൊക്കെ അങ്ങ് നമ്മളെ കാണുമ്പോൾ ഒക്കെ അങ്ങ് മാറിപ്പോകുകയാണ്. ഞാൻ പറയട്ടെ, അങ്ങനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാനായിട്ട് കഴിയും? അത് ദൈവസന്നിധിയിൽ വിടുകയല്ലാതെ വേറെ നിവർത്തിയില്ല. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? അന്യോന്യം നമ്മൾ സ്നേഹിക്കണമെന്നാണ്. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നു. രണ്ട് വിഷയങ്ങൾ ഇനിയും ഇങ്ങനെ വിശദമായിട്ട് അവശേഷിക്കുകയാണ്. പ്രസംഗം നിർത്താനുള്ള സമയമായിരിക്കുന്നു. മൂന്നാമത്തെ ആശയം കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാമോ? എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, താൻ അയച്ചവനിൽ വിശ്വസിക്കുക. രണ്ടാമത്തെ കാര്യം, കൽപ്പനകൾ പ്രമാണിക്കുക. അത് ദൈവത്തിന് പ്രസാദമുള്ളതാണ്. 3, എന്താണ് ദൈവത്തിന് പ്രസാദം? കൊലോസ്യർ 3:20 വാക്യം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. എഫെസ്യ ലേഖനം 1-3 വരെയും ചേർത്ത് പറയണം, കുറിക്കുന്നവർ കുറിച്ചു വയ്ക്കുക. നമുക്കറിയാം, സാധാരണ ഈ അപ്പനമ്മമാരെ അനുസരിക്കാനും അപ്പനമ്മമാരെ ബഹുമാനിക്കാനും സൺഡേ സ്കൂൾ അധ്യാപകന്മാരും മാതാപിതാക്കൾ ആരെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്? സൺഡേ സ്കൂൾ അധ്യാപികയാണോ? ഇവിടെ സൺഡേ സ്കൂൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ പഠിപ്പിക്കണം.
എനിക്കറിയാം, അതുകൊണ്ട് പഠിപ്പിക്കണം. സൺഡേ സ്കൂൾ അധ്യാപകരുടെ ആവശ്യമുണ്ടെങ്കിൽ പഠിപ്പിക്കണം. ഇതാരെയാ ഇവരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? ഇവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് സാധാരണ ആരെയാ ഇത് പഠിപ്പിക്കുന്നത്? അയ്യോ, ഞാൻ ഇന്ന് മാത്രമേ ഉള്ളൂ, അല്പം മിനിറ്റ് കഴിഞ്ഞ് ഞാനങ്ങ് പോകും, നാളെ വേറെ പ്രസംഗിയർ വരും, നിങ്ങൾ എന്നോട് വിഷമമൊന്നും കാണിക്കേണ്ട. ആരെയാ ഇത് സാധാരണ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? അതാണ് അമ്മച്ചി, നമസ്കാരം. കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ഇത് പറഞ്ഞു പഠിപ്പിക്കുന്നത്, അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടെന്നല്ലേ? ശരിയാണ്, അവരെ തന്നെ പഠിപ്പിക്കണം. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതാരിൽ കണ്ടാൽ ദൈവത്തിന് പ്രസാദം എന്നാണ് പറയുന്നത്? കർത്താവിന്റെ ശിഷ്യന്മാരിൽ. ഈ കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമല്ല, അവരെ പഠിപ്പിക്കുക, അവർ പിന്നെ ശിഷ്യരായിക്കോളും. കർത്താവിന്റെ ശിഷ്യന്മാർ, രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളെയും കർത്താവിന്റെ ശിഷ്യന്മാരും ശിഷ്യകളുമായിട്ടാണ് ബൈബിൾ പരിഗണിക്കുന്നത്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരും ശിഷ്യകളിൽ മാത്രമല്ല, ലോകത്തിലുള്ള ആര് ചെയ്താലും, യാതൊരു ജാതി മതത്തിൽപ്പെട്ട ആള് ഇത് ചെയ്താലും അത് ദൈവത്തിന് പ്രസാദമാണ്. അപ്പനെ അമ്മയും ബഹുമാനിക്കുക, അപ്പനെ അമ്മയെ അനുസരിക്കുക, അത് ദൈവത്തിന് പ്രസാദം. അങ്ങനെ ദൈവം പ്രസാദിച്ച അനന്തര ഫലം എന്താണ് ഇവിടെ പറയുന്നത്? അനന്തര ഫലം എന്ന് പറയുന്നത് നിനക്ക് നന്മയുണ്ടാകും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. ചിലർക്ക് നന്മ ഉണ്ടാകാത്തതും ചിലർക്ക് ആയുസ് ലഭിക്കാത്തതും ഇതുകൊണ്ടൊന്നും വിധിക്കാൻ ഞാനല്ല, കാരണങ്ങൾ പലതുണ്ട്. പക്ഷേ ചിലർക്ക് നന്മ ഉണ്ടാകാത്തതിന്റെ കാരണം ശ്രദ്ധിച്ചോണം. കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകൾ, മാതാപിതാക്കളുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കാനാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് അപ്പനെ നോക്കും, അമ്മയെ നോക്കും, കല്യാണം വരെ. അത് കഴിയുമ്പോൾ അപ്പനും വേണ്ട അമ്മയും വേണ്ട, അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് അങ്ങ് പറ്റിച്ചേരുക. നീ പറ്റിച്ചേർന്നു, പറ്റിച്ചേരാനായിട്ട് തന്നെ ദൈവമാക്കി വെച്ചത്. പക്ഷെ അപ്പനെ അമ്മയും വിട്ടെന്ന് പറയുന്നത് നിനക്ക് ജന്മം നൽകിയ, നിന്നെ പോറ്റി പുലർത്തിയ, പണ്ട് അടുത്ത സമയത്ത് ദൈവാശം പറഞ്ഞതുപോലെ കട്ടിലുണ്ടെങ്കിലും നെഞ്ചിൽ കിടത്തി ഉറക്കിയ മാതാവിനെയും പിതാവിനെയും, ഈ തൊട്ടിലുണ്ടെങ്കിലും നെഞ്ചിൽ കിടത്തി ഉയർത്തിയ മാതാവും പിതാവും, കട്ടിലുണ്ടെങ്കിലും നിന്റെ മാതാവിനെയും പിതാവിനെയും നീ തെരുവിലിറക്കി വിടുകയല്ലേ, നീ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവന്നാക്കുകയല്ലേ. അതുകൊണ്ട് അങ്ങനെ നിന്റെ മാതാവിനെയും പിതാവിനെയും നീ അങ്ങനെ ഇറക്കി വിടരുത്. നിനക്കറിയാമോ, ഈ സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിച്ചാൽ കണ്ടിരിക്കാൻ പറ്റാത്ത ക്രൂരതകളാണ് ഓരോ ദുഷ്ടമക്കൾ, ക്ഷമിക്കണം ആ വാക്ക് ഞാൻ പറയുന്നത് കൊണ്ട്, മാതാപിതാക്കളുടെ ബന്ധത്തിൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സമയത്ത് ഒരു ഇവന്റെ പ്രായം വരുമെന്ന് എനിക്ക് സംശയമുണ്ട്, അല്പം കൂടെ വരുമായിരിക്കും. അവൻ ഇങ്ങോട്ട് സ്കൂളിൽ നിന്ന് വരികയാണ്, CC ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം എടുത്ത് കൊടുത്തിരിക്കുക. അവൻ ഇങ്ങോട്ട് വന്നു, അവൻ വന്നുടനെ ബാഗ് അങ്ങോട്ട് എറിഞ്ഞു, കഴിക്കേണ്ട കുടിക്കേണ്ട മൊബൈൽ ഫോൺ എടുത്തു, അവൻ ചെന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയും ഫോണിഞ്ഞോട്ട് മാറ്റി, മോനെ നീ കഴിച്ചിട്ട് നീ കുളിക്കുക, വൃത്തിയായി പഠിക്ക് എന്നൊക്കെ പറഞ്ഞു. അവനത് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവൻ കുറെ കാര്യങ്ങൾ, അമ്മ അടുത്ത ജോലിക്ക് എന്താ പോയിട്ട് വന്നെന്നാ തോന്നുന്നത്, അല്പ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ച് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മകൻ അവന്റെ റൂമിലേക്ക് പോകുന്ന കണ്ടു. അടുത്തവൻ തിരിച്ചു വരുമ്പോൾ അവന്റെ കയ്യിൽ അവൻ കളിക്കുന്ന എന്തോ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ് പോലെ ഒരു അല്ലേ ക്രിക്കറ്റ്, ആ ബാറ്റ്. എനിക്ക് കളികളോട് വലിയ അടുപ്പമൊന്നും ഉള്ള ഒരാളല്ല, ഉണ്ടല്ലോ നല്ലതാണ്, എനിക്ക് അടുപ്പമില്ല. കാരണം എരമ്യാവും മറ്റോ പറഞ്ഞ് ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ രസിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ പിന്നെ എന്തിനാ ഇതിലേക്കൊക്കെ പോകുന്നത്? അതുകൊണ്ട് ഇതുമായിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുക. വന്നിട്ട് അമ്മ തിരിഞ്ഞിരിക്കുമ്പോൾ ആ പുറകിൽ നിന്നുകൊണ്ട് ഇവന്റെ മൊബൈൽ വാങ്ങിച്ചു അമ്മയുടെ തലയിലേക്ക് ആ വെയിറ്റുള്ള ആ ക്രിക്കറ്റ് ബാറ്റ് ആഞ്ഞടിച്ചു. അമ്മ അവിടെ ചുരുണ്ട് വീണു. അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അമ്മയൊക്കെ കമ്പും വടിയും കൊണ്ട് ആഞ്ഞടിക്കുന്ന, നിലത്തിട്ട് ചവിട്ടി തൊഴിക്കുന്ന മക്കളുള്ള തലമുറയല്ലേ ഇവിടെ. എത്രയോ പേര് മാതാപിതാക്കളെ അടിച്ചു കൊന്നും, എത്ര പേര് മാതാപിതാക്കൾ ആഹാരം കൊടുക്കാതിരിക്കുന്നു, എത്ര പേർക്ക് വസ്ത്രം കൊടുക്കാൻ. നമ്മുടെ അനീഷ്കാവൽ എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ട്, അദ്ദേഹത്തെ കുറച്ചുകൂടെ നർമ്മം കലർത്തിക്കൊണ്ടൊക്കെ പറയാറുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, ഈ പറഞ്ഞതുപോലെ അങ്ങ് മരിച്ചൊക്കെ കഴിയുമ്പോൾ എല്ലാവരുടെയും ഫോട്ടോയൊക്കെ അടിച്ച് വല്ല പോസ്റ്റിലൊക്കെ നിറയ്ക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ തുണിയൊക്കെ കൊണ്ടിടും, ഒരുപാട് പരിപാടി. അദ്ദേഹം പറയും, എന്തിനാടാ, അദ്ദേഹത്തിന്റെ ശൈലാണ്, എന്തിനാടാ ഇതൊക്കെ? നീ ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് വെള്ളം കൊടുക്ക്, നീ ജീവിച്ചിരിക്കുന്ന അവർക്ക് വെള്ളം കൊടുക്ക്, അവരെ നീ സംരക്ഷിക്ക്, അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്ക്, അവരുടെ അടുക്കത്തെ ആഹാരം കൊടുക്ക്. അവർ മരിച്ചിട്ട് നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ചോദിക്കാണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ 2025 ആദ്യ നാളുകളിൽ മാതാപിതാക്കളെ നോക്കുന്ന കാര്യത്തിൽ എനിക്കിനി ആകപ്പാടെ എൻ്റെ ഭാര്യയുടെ അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ അപ്പനും എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ലോകത്തുനിന്ന്
മാറ്റപ്പെട്ടു. ഇന്ന് ഓർക്കുമ്പോൾ ഉള്ളത്തിലൊരു തീയുണ്ട്. എന്നാൽ ഒരു അല്പ ആശ്വാസമുള്ളത്, ജീവിച്ചിരുന്നപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ അച്ഛ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംതൃപ്തി തേടാറുള്ളൂ. എങ്കിലും അതൊരു വേദനയാണ്. അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്, അങ്ങനെയാണ് തലോടിയത്. ചെറുപ്രായത്തിലൊക്കെ അല്പ ഈ തൊണ്ടൊക്കെ കൊണ്ടുപോയി വിറ്റൊക്കെയാണ് മഷിയൊക്കെ അടയ്ക്കുന്നത്. സമയമില്ലാട്ടൊന്ന് ഇപ്പൊ നിർത്താം കേട്ടോ. കൊണ്ടുവന്ന് വിറ്റിട്ടേ മഷിയൊക്കെ അടയ്ക്കാൻ അന്നേരം ഒരു പൈസയുടെ മഷിയൊക്കെ അടങ്ങി. ഇവിടെ ചിലർക്കൊക്കെ അറിയാമായിരിക്കും പൈസ എന്ന ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചു. തേങ്ങ ഇങ്ങനെ അല്ലെ അമ്മച്ചിക്കറി ഒരു 3 ചീരായിട്ട് അങ്ങനെ ചീര എന്നൊക്കെ പിള്ളേരോട് ചീര എന്നൊക്കെ പറയുന്നത് എന്തൊരു കീര എന്ന് ചോദിക്കും. ഈ ചീരായിട്ട് ഇങ്ങനെ പുതിച്ചെടുക്കുന്നത് അത് കൊണ്ടുപോകണം. അത് ഈ മുളപ്പിശാല ചുമന്ന പടിക്കെട്ടിൻ്റെ മുകളിൽ കൊണ്ട് ഞാനൊരു 2-3 തൊണ്ട് വയ്ക്കും. ബാക്കി അമ്മ 10-20 തൊണ്ടൊക്കെ എടുക്കും, ചുമന്ന് കൊണ്ടുവരും. അപ്പോൾ അവിടെ ഈ തൊണ്ടൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ചെട്ടിയാര വീടുണ്ട്, അവർക്ക് ഇതിൽ അറിയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾക്കറിയായിരിക്കും ചിലപ്പോൾ. അവിടെ ഒരു ചെട്ടിയാരുണ്ടായിരുന്നു. അവളപ്പിശാലയ്ക്ക് അടുത്ത് കൊണ്ടു കൊടുത്തിട്ടേ തളർന്ന് വിയർത്ത് അങ്ങനെ ഇരിക്കുന്ന അമ്മയുടെ ആ തളർച്ചയൊന്നും ഓർക്കാതെ എന്നെ അങ്ങോട്ട് ആ മടിയിലോട്ട്, ഇവൻ്റെ പ്രായമൊക്കെ വരും തോന്നുന്നു, മടിയിലോട്ട് പിടിച്ച് കിടത്തിയിട്ട് അമ്മ ഈ തലയിൽ കൂടെ ആ വിരൽ കയറ്റി ഒരു തഴുകലുണ്ട്. എന്തൊരാശ്വാസമെന്നറിയാമോ ആ തഴുകൽ. അതിൻ്റെ കുളിർമ ഇപ്പോഴും ഉണ്ട് എൻ്റെ തലയിൽ. 82 വയസ്സ് ഒരു അമ്മ ജീവിച്ചു. അമ്മയുടെ അടുക്കലിരുന്ന് അതെൻ്റെ ഓർമ്മ വെച്ചുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ ആ തലയിൽ തഴുകി. ആ ശരി, എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, അവൾക്കറിയാം ഞാൻ കള്ളം പറയുന്നതല്ല. എന്നെക്കൊണ്ട് എൻ്റെ ഭാര്യൻ്റെ കുഞ്ഞുങ്ങൾ അതൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു. അമ്മ ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ട് രക്ഷിക്കപ്പെട്ട ആളാണ്. സ്ഥാനപ്പെട്ട് വേർപെട്ട് വന്നിട്ടില്ല. എന്നാൽ ഞാൻ പറയട്ടെ, അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടിയൊക്കെ ഉള്ള അപ്പന് വേണ്ടിയുള്ള ചെയ്യാൻ കഴിഞ്ഞാൽ അത് നിനക്ക് നന്മയാണ്, നിനക്ക് ദീർഘായുഷാണ്, നിന്റെ തലമുറകൾക്ക് അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, 2025 ദൈവപ്രസാദമുള്ളത് ചെയ്യാൻ നമുക്ക് ശീലിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഒരാശയം കൂടെ ഞാൻ പറയുമെന്ന് പറഞ്ഞല്ലോ, ഒന്ന് തൊട്ട് വെച്ച് അങ്ങ് അവസാനിപ്പിക്കും. 1 തെസ്സലോനിക്കർ 4 ഏതാണ്ട് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. അവിടെ ഇങ്ങനെ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, ഒടുവിൽ സഹോദരന്മാരെ, ഒടുവിൽ ഈ പ്രസംഗത്തിന്റെ ഒടുവിലത്തെ കുറിപ്പ്, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദ ലയിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം അതിൽ വർദ്ധിച്ചു വരുവീൻ. ആ അധ്യായത്തിൽ 2 കാര്യങ്ങൾ വർദ്ധിച്ചു എന്നൊന്ന് പറയുന്നുണ്ട്. അത് വിശുദ്ധ ജീവിതത്തിൻ്റെ കാര്യത്തിലും മറ്റ് അന്യോന്യ സ്നേഹത്തിൻ്റെ കാര്യത്തിലുമാണ്. അത് തെസ്സലോനിക്കയുള്ള ആളുകൾ പൗലോസിൽ നിന്നൊക്കെ കേട്ട് പഠിച്ചിട്ട് അവരത് അനുസരിക്കുന്നുണ്ട്. എന്നിട്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ നടക്കുന്നു. നിങ്ങൾ നടക്കില്ലെന്നല്ല, അത് പ്രശംസയായിട്ട് പറയുന്നു, നടക്കുന്നു. നിങ്ങൾ നടക്കുന്ന കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണം? അത് കുറഞ്ഞു പോകരുത്, അത് തീർന്നു പോകരുത്, നിന്ന് പോകരുത്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിങ്ങൾ വർദ്ധിച്ച് വരണം. അവിടെ വിശുദ്ധ ജീവിതത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ചോരീശ്വരന്മാരെ, അശുദ്ധി കൊണ്ട് നിറഞ്ഞ് വിശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അശുദ്ധി കൊണ്ട് കൂമ്പാരം കൂടിയിരിക്കുന്ന ലോകത്തിൽ അശുദ്ധിയും വിശുദ്ധിയും നമ്മൾ വേർതിരിച്ച് കാണിക്കാൻ ദൈവജനത്തിന് ബാധ്യതയുണ്ട്. അത് ബാധ്യതയുണ്ട്. ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ജീവിത വിശുദ്ധിയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ലൈംഗിക പാപത്തെ സംബന്ധിച്ചാണ് ആ അധ്യായത്തിലെടുത്ത് പൗലോസ് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദൈവത്തെ അറിയാത്ത, അത് വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ച് പറയുന്നത്, ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരങ്ങളിലല്ല എന്നവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ്. 6-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അതിന് ഇങ്ങനെ ആ പാപത്തിലൊരാൾ തുടർന്നാൽ അതിൻ്റെ 8-ാമത്തെ വാക്യം ചേർത്ത് പറഞ്ഞാൽ അത് 4 കാര്യങ്ങളിലേക്ക് ചെന്നെത്തുന്നു എന്നാണ്. അതുകൊണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും, ഒന്ന് അത് അതിക്രമമാണ് എന്ന് ദൈവം വച്ചിരിക്കുന്ന അതിര് ലംഘിക്കുകയാണ്. കുടുംബജീവിതത്തിലാണ് ശാരീരിക ബന്ധങ്ങൾ ദൈവം വച്ചിരിക്കുന്ന അതിര്. അതിന് പുറമേ ഉള്ളത് ദൈവനായി ഹേതുവാകും. അതോടെ പറയുന്നുണ്ട്, അത് അതിര് ലംഘിക്കുന്നു. 2-ാമത് അത് സഹോദരനെ ചതിക്കുകയും, അത് സഹോദരനെ ചതിക്കുന്നതാണ്. അത് രക്ഷിക്കപ്പെട്ട ആളെ കുറിച്ച് പൊതുവിലുള്ള ആളുകളെയാണ് അവിടെ പറയുന്നത്. അത് സഹോദരനെ ചതിക്കലാണ്. 3-ാമത്തെ കാര്യം അവിടെ പറയുന്നത്, ഇതിനൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ ദൈവം. ഇത് ന്യായവിധിക്ക് ഹേതുവായി തീരും എന്നാണ്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. വ്യഭിചാരികളുടെയും ദുർനടപ്പുകാരെയും ദൈവം വിധിക്കും എന്ന് പറയുകയാണ്. അതുകൊണ്ട് അവിടെ ആ കാര്യം. പിന്നെ 8-ാമത്തെ
വാക്യം പറയുമ്പോൾ, ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ കാര്യത്തെ അനുസരിക്കാതെ പോയാൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയ ദൈവത്തെ തുച്ഛീകരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്ന. ഈ കാര്യത്തെ അനുസരിക്കാതെ പോയാൽ അത് ദൈവത്തെ തുച്ഛീകരിക്കുന്നവർ നിസാരമാക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തുച്ഛീകരിക്കുക, നിസാരമാക്കുക, ദൈവത്തിൻ്റെ കൽപ്പനയെ നിസാരമാക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ മുന്നോട്ട് പോകാനിടയായി തീരണം. അത് ദൈവത്തിന് പ്രസാദമാണ്, ദൈവത്തിന് പ്രസാദമാണ്. അതുകൊണ്ട് ഈ 2025 ആണ്ടിൻ്റെ ആദ്യ നാളുകളിൽ ദൈവം നമുക്ക് സന്ദേശം ദൈവപ്രസാദമുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. കർത്താവ് ദൈവത്തെ, പിതാവായ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. മരണം കാണുന്നതിന് മുമ്പ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എബ്രായ ലേഖനം 11-5 വാക്യം. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് മരിച്ചതിന് ശേഷമല്ല, മരിക്കുമ്പോൾ ചിലരൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുമെന്ന് ഭയങ്കര പ്രസാദിപ്പിച്ചൊക്കെ നിന്ന് വീമ്പൊക്കെ അടിക്കും. അതല്ല, അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം ലഭിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആ സാക്ഷ്യം നമുക്ക് നേടിയെടുക്കാനായി സാധിക്കണം. നിങ്ങൾ രാജാക്കളുടെ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകം, ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ പ്രിയമുള്ളവരെ, അവിടെ യഹൂദ രാജാക്കന്മാരായ 20 പേരെയും അതുപോലെ ഇസ്രായേൽ രാജാക്കന്മാർ 19 പേരുടെ ചരിത്രമുണ്ട്. ഇത്രയും രാജാക്കന്മാരുടെ ചരിത്രമുണ്ട്. ഈ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ വായിച്ചാൽ അപൂർവം ചില രാജാക്കന്മാരെ കുറിച്ച് മാത്രം ചേർത്ത് പറയുന്ന ഒരു വാക്കാണ്. എന്താണെന്നറിയാമോ? അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ബാക്കി ഏറിയ പങ്ക് രാജാക്കന്മാരെ കുറിച്ച് പറയുന്നത് എന്താ പറയുന്നത്? അവർ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തില്ല, ദൈവത്തിന് അനിഷ്ടമായുള്ളത് അവർ ചെയ്തു എന്നാണ്. അവിടെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തത്. രണ്ടാമത്തെ ഭാഗം പറയാൻ സമയമില്ല. രണ്ടാമത്തെ ഭാഗം അനന്തരഫലം. ദൈവത്തെ പ്രസാദിപ്പിച്ച അനന്തരഫലം എന്ത്? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ബാർക്ലേ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സാഹിത്യകാരൻ സുവിശേഷങ്ങളെ അധികരിച്ചുകൊണ്ട് 32 വാല്യങ്ങളായിട്ട് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് എന്തുകൊണ്ട് മനുഷ്യൻ അസമാധാനം ഉണ്ടാകുന്നുള്ള വാക്കും പുള്ളിയോട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഉണ്ടാകുന്ന യുദ്ധങ്ങളാണ് മനുഷ്യന് സമാധാനക്കേടുണ്ടാക്കുന്നത്, ശാരീരിക പ്രശ്നങ്ങളാണ് സമാധാനക്കേടുണ്ടാക്കുന്നത്, അതുപോലെ മറ്റും ദാരിദ്ര്യവും മറ്റു വിഷയങ്ങളും ഒക്കെയാണ് മനുഷ്യ സമാധാനക്കേട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരാളിങ്ങനെ പറഞ്ഞു, ഇവിടെ കുരിശ് യുദ്ധം നടക്കുമ്പോൾ 4 ലക്ഷം പേര് മരണപ്പെടാനിടയായി തീർന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 2 കോടി ആളുകൾ മരണപ്പെടാനിടയായി തീർന്നു. അതുപോലെ രണ്ടാം ലോകമായത് 6 ആണ്ടുകൾ നീണ്ടു നിന്നു. അതിലെ 5 കോടി ആളുകൾ മരണപ്പെട്ടു. ഇങ്ങനെയുള്ള ലോകത്തിൽ എങ്ങനെയാണ് സമാധാനമുണ്ടാകുന്നത്? എന്നാൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, യുദ്ധശ്രുതികൾ കേട്ടുകൊണ്ടിരിക്കുന്നു, രോഗമുള്ള ശരീരം നമ്മൾ ജീവിക്കുന്നു, ദാരിദ്ര്യമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ഇതിനകത്തെല്ലാം സാക്ഷാത്തായ സമാധാനത്തിൻ്റെ ശീതളച്ചായയിൽ നീന്തി തുടിക്കാൻ കഴിയുന്ന ഏത് വ്യക്തിക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തികൾക്ക് സാധിക്കും. അവർക്കാണ് ദൈവ സമാധാനം, കുടുംബത്തിൽ സമാധാനം, നന്മ അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ആണ്ടിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് സമാധാനമുള്ളവരായി നാം നമ്മുടെ കുടുംബവും നമ്മുടെ സഭകളും നമ്മുടെ ദേശവുമൊക്കെ അനുഗ്രഹപൂർണ്ണമായ വിധത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കാം. ഇപ്പോൾ നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്യാനുള്ളൊരു സമയമാണ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്താനായി ചവന് വിശ്വസിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ജീവിക്കേണ്ടതിന്, നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ, നമ്മളെ രക്ഷിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ച ദൈവം, ലോകത്തിലേക്ക് തൻ്റെ പുത്രനായ യേശുക്രിസ്തു നാം വിശ്വസിക്കുന്നുവോ? ആ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെയും കൂടെ പാപത്തിന് പ്രായശ്ചിത്തമാകാനാണ് ഈ ലോകത്തിൽ. ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ അംഗീകരിക്കുന്നു, ആ കൽപ്പന ഞാൻ അനുസരിക്കുന്നു. സ്നാനപ്പെടാനുള്ള കൽപ്പന അനുസരിക്കാൻ സമർപ്പണം ചെയ്യാമോ? അനന്തരം ഒത്തിരി കൽപ്പനകൾ നമ്മൾ കേട്ടല്ലോ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. മാത്രമല്ല, ദൈവപ്രസാദം ലഭിക്കാൻ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ, അനുസരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തുകൊള്ളാൻ, അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടിൻ്റെ 4 ചരണം 4 വരികൾ പാടി നിയോഗിക്കപ്പെട്ട ദൈവദാസൻ വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. എന്നും അറിയാവുന്ന ഇതെന്ത് ഭാഗ്യം, യേശുനാഥനോട് ചേർന്ന് ഞാനിതാ എന്ന പാട്ടിൻ്റെ അവസാനത്തെ ചരണം ഈ പ്രസംഗിച്ച വിഷയത്തോട് ചേർന്ന് വരുന്ന ഒരു 4 വരിയാണ്. അത് പാടി നിയോഗിക്കപ്പെട്ട ദൈവദാസൻ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിക്കും.
പ്രമോദമെന്നു ഭൂമയർ ഗണിച്ചിടുന്നതൊക്കെയും പ്രമോദമെന്നു ഭൂമയർ ഗണിച്ചിടുന്നതൊക്കെയും പ്രമാദമെന്നറിഞ്ഞ് അവൻ്റെ അടുക്കളണഞ്ഞതാം പ്രസാദമുള്ളതെന്തവൻ നതെന്നറിഞ്ഞമർന്നിടാം. പ്രസാദമുള്ളതെന്തവൻ നതെന്നറിഞ്ഞമർന്നിടാം. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇത്ര ശ്രേഷ്ഠനാഥനന്റെ മിത്രമായി ഭവിച്ചുക. ഇത്ര ശ്രേഷ്ഠനാഥനന്റെ മിത്രമായി ഭവിച്ചുക. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.